ശ്രീമുഖി ശ്രീസുധ സങ്കീർത്തനാപി ശ്യാംഗീമധുസിദ്ധസത്യം അമലാനന്ദാത്മികാമീശ്വരീ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തഃ വന്ദേ ഗുരുപരമ്പരാം. ശ്രീസ്മൃതിപുരാണാനാം ആമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സ്വപ്നഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാജ്ഞേതി മൂർത്തിഭേദവിഭാഗി വ്യോമവ്യക്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ബൃഹദാരണ്യകം ആത്മീയത്വ ഉപാസ്യ എന്ന മന്ത്രവും അതിൻ്റെ വളരെ വിസ്തൃതമായ വിശദമായ വ്യാഖ്യാനമാണ് ഇവിടെ ഭാഷ്യകാരൻ. അതിനകത്ത് മുഖ്യമായിട്ടും ആത്മജ്ഞാനം എന്താണ്, ഉപാസന എന്താണ്, ഉപാസന അല്ലെങ്കിൽ ധ്യാനം. ഇവിടെ പറഞ്ഞ കാര്യമൊന്നും ജ്ഞാനം ശ്രുതിയിലൂടെ, ആത്മബോധം ശ്രുതിയിലൂടെ, അതാണൊന്നിവിടെ പറയുന്നത്. ശ്രുതി പ്രമാണം. ശ്രുതി എങ്ങനെയാണ് അത് ഉപദേശിക്കുന്നത്? ആത്മീയത്തെ ഉപാസിത അങ്ങനെ ഉപദേശിക്കുന്നു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ആത്മീയത്തെ ഉപാസിത എന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്ന അർത്ഥം ഇതാണ്, അങ്ങനെ പറഞ്ഞാൽ അത് അംഗീകരിക്കത്തില്ല. ശ്രുതിയുടെ അർത്ഥത്തെ തീരുമാനിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് തന്നെ പറയണം. ഇപ്പം യജേത എന്നൊരു വാക്യം, എന്താ അതിൻ്റെ അർത്ഥം? യാഗം ചെയ്യൂ. സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യണം, ഒരു വിധിയാണ്. അതുപോലെ ഉപാസീത, അതൊരു വിധിയാണല്ലോ. അതുപോലെ ഉപാസിക്കണം, ആത്മാവിനെ ഉപാസിക്കണം എന്നായിക്കൂടെ? പറയുന്നു ഇത് രണ്ടും ഒരുപോലെയല്ല. ഇവിടെ യാഗത്തെക്കുറിച്ച് പറയുന്നു, യാഗഫലമായ സ്വർഗത്തെക്കുറിച്ച് പറയുന്നു. അത് വേദം തന്നെ പറയുന്നു. ഇവിടെ രണ്ട് സ്ഥലത്ത് വിഷയങ്ങൾ വേറെയാണ്. അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുണ്ട്, പ്രവർത്തിക്കണം. ജേത എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്ത് സാധിക്കാൻ, എന്തിനാ യാഗം ചെയ്യുന്നത്? കിം കേന കഥം, അടുത്തത് വിശദീകരിക്കും. എന്ത് സാധിക്കാൻ? ആകാംക്ഷ ഉണ്ടാവും. അത് സ്വർഗത്തിന് വേണ്ടി. സ്വർഗത്തിന് വേണ്ടി കേന, എങ്ങനെ ആകാംക്ഷ വരുന്നു? യാഗം. കഥം, എങ്ങനെ, എന്തുകൊണ്ട്, എങ്ങനെ. ഈ ആകാംക്ഷയെല്ലാം ശമിപ്പിക്കത്തക്ക രീതിയിൽ അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി അതനുസരിച്ച് പിന്നെ പ്രവർത്തിക്കുന്നു. ഇവിടെ ഉപാസീത
എന്ന് പറയുന്നത് എന്താണ്? അതുപോലെയല്ലേ ഉപാസിക്കൂ ധ്യാനിക്കൂ. ഒരു കൂട്ടർ പറയുന്നു, ഭാഷ്യകാരന് മുമ്പ് ഇതിനെ വ്യാഖ്യാനിച്ച ആൾക്കാർ അവർ പറയുന്നു ഉപാസീത എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നു, ധ്യാനിച്ചിട്ട് സാക്ഷാത്കരിക്കുന്നു. അതിനോട് ഭാഷ്യകാരൻ യോജിക്കുന്നില്ല. ഇത് ധ്യാനിച്ച് സാക്ഷാത്കരിക്കേണ്ടതല്ല. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ധ്യാനം ആവശ്യമില്ലെന്നോ ധ്യാനം ചെയ്യരുതെന്നൊന്നുമല്ല പറയുന്നു. ആത്മബോധവും ഈ ധ്യാനവുമായിട്ടുള്ള ആ ബന്ധത്തെ പറയുകയാണ്. ഒരാൾക്ക് ധ്യാനിക്കാം, എന്തെങ്കിലും അനുഭൂതിക്ക് വേണ്ടിയോ സമാധി പോലുള്ള അവസ്ഥകളെ പ്രാപിക്കുന്നതിനോ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ഇന്ന് ആൾക്കാർ ധ്യാനിക്കുന്ന പോലെ ടെൻഷൻ മാറാനും ഒക്കെ ധ്യാനിക്കാം, മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി ധ്യാനിക്കും, അതൊക്കെ ആകാം. അതിനൊന്നും ഇവിടെ നിഷേധിക്കുന്നതല്ല. ഇവിടെ പറയുന്ന ആത്മബോധം, അത് ഉപാസനയിലൂടെ ധ്യാനത്തിലൂടെയാണോ ഭാഷ്യകാരൻ നിഷേധിക്കുന്നു. അത് നമ്മൾ ചർച്ച ചെയ്ത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട് നിഷേധിക്കുന്നു? ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ ക്രിയയാണ്. ആ മാനസിക ക്രിയയിലൂടെ നേരിട്ടുണ്ടാകുന്ന ഒന്നല്ല ജ്ഞാനം എന്ന് പറയുന്നത്. ക്രിയ കൊണ്ടുണ്ടാകുന്നതല്ല. അതാണ് ധ്യാനം കൊണ്ട് സാധ്യമാകില്ല എന്ന് പറയുന്നത്. ധ്യാനിക്കുന്നതുകൊണ്ട് മറ്റു പലതും സാധിച്ചെന്നിരിക്കും. പക്ഷെ തത്വജ്ഞാനം അങ്ങനെ ഒരു ക്രിയയിലൂടെ ഉണ്ടാകുന്നതല്ല. ഒരു യുക്തി, പല യുക്തികളിലൂടെ പറയും. മുമ്പ് പറഞ്ഞു, ജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു? അത് പ്രമാണാധീനം. പ്രമാണം ശ്രുതിവാക്യം, അതിലൂടെ ധാരാളം വാക്യങ്ങൾ ഉദ്ധരിച്ചു. സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങളെ കുറിച്ച് പറഞ്ഞു. തത്വമസി, അഹം ബ്രഹ്മാസി തുടങ്ങിയ വാക്യങ്ങൾ. ഈ വാക്യങ്ങളുടെ ശ്രവണം, അതാണ് ഉപദേശം, ശ്രുതി എന്നത്. അതിൽ നിന്ന് തന്നെ ആത്മബോധം ഉണ്ടാകുന്നു. പ്രമാണജന്യമാണ്, ക്രിയാജന്യമല്ല. അപ്പം അതങ്ങനെ ശബ്ദത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകും. ആന എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്താ? ആന പ്രത്യക്ഷമാകും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ദശമസ്തമസി ഉദാഹരണം പറഞ്ഞു. മുമ്പ് പറഞ്ഞു ആന ഇതിനോട് ചേർക്കുക. ശബ്ദം കൊണ്ടും അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു. അതിന് ഉദാഹരണം അതാണ്. ആനയെക്കുറിച്ച് പറഞ്ഞാൽ ആനയെക്കുറിച്ചുള്ള അപരോക്ഷബോധം ഉണ്ടാകുന്നില്ല. കാരണം അത് ബാഹ്യമാണ് വിഷയം. ഇവിടെ ശ്രുതി എന്താണ് ബോധിപ്പിക്കുന്നത്? സ്വന്തം സ്വരൂപത്തെ ആത്മാവായി സാക്ഷാത്കരിക്കേണ്ടത് തന്റെ വാസ്തവ സ്വരൂപത്തെയാണ്. ആ വാസ്തവ സ്വരൂപത്തെ ആയതുകൊണ്ടും അത് വാസ്തവത്തിൽ അപരോക്ഷ രൂപമാണ്. അപരോക്ഷ രൂപത്തിലിരിക്കുന്ന അതിനെ ബോധിപ്പിക്കുന്നതിന് ശബ്ദത്തിന് ആ ശേഷിയുണ്ട്. അത് അപരോക്ഷമായി പ്രകാശിക്കുന്നതാണെങ്കിൽ എങ്ങനെ ശബ്ദം ബോധിപ്പിക്കും? ശബ്ദത്തിനും അതിനെ ബോധിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ടോ? ശബ്ദം എന്നുള്ള കഴിവുണ്ടോ? കാരണം ആത്മാവ് അപരോക്ഷമായി പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അതിന് മറ വന്നുപോയി. ശബ്ദം എന്ത് ചെയ്യുന്നു? ആ മറകളെ മാറ്റുന്നു. അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ട്. മറ മാറ്റിക്കണം. അതിനെ നമ്മൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നെന്നോ അനാത്മ അധ്യാരോപ നിവൃത്തിയെന്നോ ഇങ്ങനെ പല ഭാഷയിൽ പറയും. അതാണ് ശബ്ദം ചെയ്യുന്നത്. അല്ലെങ്കിൽ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം ചെയ്യുന്നു. അപ്പോൾ ആത്മാവ് പ്രകാശിക്കുന്നു, അപരോക്ഷമായി തന്നെ പ്രകാശിക്കുന്നു.
അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തടസ്സം വന്നുപോയി. എങ്ങനെയായാലും അത് സാക്ഷാത് അപരോക്ഷമായിരുന്നു സുഷുപ്തിയിൽ. പക്ഷെ ജാഗ്രത സ്വപ്നങ്ങളിൽ അതിനും മറ വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിതിന് യജേത എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ അല്ല മനസ്സിലാക്കുന്നത്. ഉപാസീത ആത്മാവോ ആത്മാവിന്റെ ജ്ഞാനമോ വിധേയമല്ല എന്ന് പറയുന്നു. അതിന്റെ ഉത്പത്തിയിൽ അത് സാക്ഷാത്തായി നേരിട്ട് ആശ്രയിക്കുന്നത് ശബ്ദത്തെ മാത്രം, ശ്രുതിയെ മാത്രം. ഇതാണ് മുഖ്യമായ സിദ്ധാന്തം. ഇനി ധ്യാനം ആവശ്യമുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ആ കാര്യങ്ങളൊക്കെ ഇനി ചർച്ച ചെയ്യും. കാര്യം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഭാഷ്യം പറഞ്ഞത് എന്താണ്? ആത്മീത്യ ഉപാസീതി നാപൂർവീതി പക്ഷേ പ്രാപ്തത്വ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ കഥമാത്മേതി യോയം വിജ്ഞാനമായി ദൈവമാ ആദി ആത്മപ്രതിപാദന പരാഭി ശ്രുതിഭീർ ആത്മവിഷയം വിജ്ഞാനം ഉത്പാദിതം തത്ര ആത്മസ്വരൂപ വിജ്ഞാനേനൈവ തദ്വിഷയ അനാത്മാഭിമാനബുദ്ധി കാരകാദി ക്രിയാഫല അധ്യാരോപണാത്മിക വിദ്യ നിവർത്തിത തസ്യാ നിവർത്തിതായാം കാമാദിദോഷാനുപത്തേഹി ആത്മചിന്താനുപത്തി പരിശിഷ്യാത് ആത്മചിന്ത ഏവ തസ്മാത് ഉപാസനം അസ്മിൻ പക്ഷേന വിധാതവ്യം പ്രാപ്തത്വാ. ശ്രൗതജ്ഞാനാത് പൂർവം വതി സർവാസാം ചിത്തവൃത്തീനാം ജന്മനൈവ ആത്മചൈതന്യം വ്യഞ്ജകത്വാ പ്രാപ്തം ആത്മജ്ഞാനം. ആത്മജ്ഞാനം അങ്ങനെ അത്യന്തം ദുർലഭമായ അജ്ഞാതമായൊരു കാര്യമൊന്നുമല്ല. പറയുന്നു ഈ തത്വമസി തുടങ്ങിയ വാക്യങ്ങളെല്ലാം ശ്രവിക്കുന്നതിന് മുമ്പും ഈ ചിത്തവൃത്തികളിലൂടെയും പ്രകാശിക്കുന്ന ബോധം അത് ആത്മസ്ഫുരണം തന്നെയാണ്, ആത്മപ്രകാശം തന്നെയാണ്. അത് അത്യന്തം അപ്രാപ്തമല്ല. അപ്രാപ്തമായതിനെ വിധിക്കേണ്ട കാര്യമുള്ളൂ. ഇനി ശ്രുതിയിൽ നിന്ന് ശ്രവിച്ചു കഴിഞ്ഞാലോ സ്വാഭാവികമായി തന്നെ ഇതിങ്ങനെ പ്രകാശിക്കുന്നുണ്ടെങ്കിലും അറിയാൻ കഴിയുന്നില്ല. തനിക്ക് ബോധമുണ്ടെന്നറിയാം, ബോധത്തെ ആശ്രയിച്ചാണ് തന്റെ എല്ലാ വ്യവഹാരം നടക്കുന്നതെന്നറിയാം. പക്ഷെ ആ ബോധം അതാണ് തന്റെ വാസ്തവസ്വരൂപം, അങ്ങനെ അറിയും. അതാണ് തന്റെ പാരമാർത്ഥികമായ സ്ഥിതി. അതിന്റെ അഭിവ്യക്തിയാണ് ഈ ബോധം എന്നിങ്ങനെ ഉള്ള അറിവാണ് ശ്രൗതജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെ ശ്രൗതജ്ഞാനം ഉണ്ടാകുന്നു. ആ ശ്രൗതജ്ഞാനവും മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. പിന്നീട് അവിടെ ധ്യാനിക്കേണ്ട ആവശ്യം തോന്നുന്നു. ശ്രുതിയിൽ നിന്ന് അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആത്മാവിനെ ധ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ല. ശ്രവജ്ഞാനത്തിന് പിമ്പായതിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തിനു വേണ്ടി? ആത്മബോധത്തിന് വേണ്ടി. അതാണ് പറഞ്ഞത്. ധ്യാനിക്കാം മറ്റെന്തിനെങ്കിലും വേണ്ടി, അദ്വൈതമായ ആത്മബോധത്തിന് വേണ്ടി എന്ന് പ്രത്യേകം പറയുന്നു.
അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ എത്ര ആവർത്തിച്ചാലും പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്വൈതമാണ്. പ്രത്യേകം മനസ്സിലാക്കണം. ആൾക്കാർ സാധാരണ പറയുന്ന പോലെ വേദാന്തമല്ല. വേദാന്തം പലതരത്തിലുണ്ട്. അതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അത് ശീലിച്ചവർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ അതെവിടെ പറഞ്ഞു, എന്ത് പറഞ്ഞു, ആര് പറഞ്ഞു ചോദ്യം വരും. കാരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ നമുക്ക് പരിചയമുള്ളത് പഴയകാലത്താണെങ്കിൽ ഉത്സവപ്പറമ്പിലെ വേദാന്തം, ഇപ്പോഴാണെങ്കിൽ TV വേദാന്തം, പിന്നെ മിമിക്രി വേദാന്തം, പിന്നെ പത്രമാസികകളിലൂടെയുള്ള വേദാന്തം. ഇങ്ങനെയൊക്കെയുള്ള വേദാന്തങ്ങൾ പരിചയിച്ചിട്ടുള്ളവർക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കത്തില്ല. ഇതെങ്ങനെ പറഞ്ഞു, എവിടെ പറഞ്ഞു, ആര് പറഞ്ഞു എന്ന് ചോദിക്കും. അതുകൊണ്ട് അതല്ല, നമ്മളിവിടെ വേദാന്തമല്ല, അദ്വൈതം, അതാണ് ചർച്ച ചെയ്യുന്നത്. അതിവിടെ വളരെ സ്പഷ്ടമായി തന്നെ ഭാഷ്യകാരൻ പറയുന്നു. ഒരു സംശയത്തിനും ഇട കൊടുക്കാത്തിരിക്കും. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഈ മിമിക്രി വേദാന്തത്തിന്റെ വെളിച്ചത്തിൽ ഇതിനെ കുറിച്ച് അതുമായിട്ട് താരതമ്യം ചെയ്യരുത്. കേൾക്കുമ്പോൾ തൽക്കാലം ഇത് മാറ്റിവെക്കണം. യഥാ കാര്യാനപേക്ഷസ്യ പ്രാമാണ്യം വചതസ്ഫുടം. വാക്യം, ശ്രുതിവാക്യം, അത് ഒരു കാര്യത്തെ അപേക്ഷിക്കാതെ തന്നെ തത്വമസി, അതിൽ നിന്ന് ഉള്ള ബോധം ഒരു കർമ്മത്തെ ക്രിയ അപേക്ഷിക്കുന്നില്ല. യജേത എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അവിടെ പ്രവൃത്തി ചെയ്യാനുണ്ട്. ഇതങ്ങനെയല്ല. കർത്തൃത്വാദി പ്രവൃത്തിക്കുള്ള കാരണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. പിന്നെ അവിടെ ഏതെങ്കിലും ഒരു ക്രിയ, അത് മാനസികമായിക്കൊള്ളട്ടെ, അതിനെ ആശ്രയിച്ചാണ് പിന്നെ ജ്ഞാനം ഉണ്ടാകുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഐകാത്മ്യ വസ്തുനിഷ്ഠസ്യ. ഇവിടുത്തെ ബോധം ശ്രുതി പ്രമാണമായിരിക്കുന്നത് ആ ഏകാത്മ ബോധത്തിനാണ്, പരമാർത്ഥ ബോധത്തിനാണ്. അവിടെ സർവക്രിയകളെയും നിഷേധിക്കുന്നു. നീ അകർത്താവായ ആത്മാവാണെന്ന് ബോധിപ്പിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഒരു ക്രിയ ആ ബോധത്തിന് വേണ്ടി എങ്ങനെ അനുഷ്ഠിക്കാൻ പറ്റും? അത് അസംഭവമായ കാര്യമാണ്. അത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്തിരിക്കലും ലിംഗ് പ്രത്യയശ്രുതേരത്ര ഭ്രാന്തി സമുജായത്തെ യജേത ഇത്യാദി സാമാന്യ വിദ്യാർത്ഥത്വം വിചാര്യതേ. പക്ഷെ യജേത എന്ന് മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ ഉപാസിത എന്നുള്ള ഒരു വാക്ക് വന്നു. ഭാഷാശാസ്ത്രത്തെക്കുറിച്ച് അറിയാവുന്നവർ പറയും ഇത് വിധിലിംഗാണ്, വിധിപ്രേരണയാണ്, വിധിയാണ്. വിധി, നിമന്ത്രണ, ആമന്ത്രണ, അധിഷ്ഠ, സംപ്രശ്ന, പ്രാർത്ഥന, ഇങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അർത്ഥമനുസരിച്ച് പറയാവൂ. സാങ്കം വേദ അധ്യയനം ചെയ്തവരല്ലേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, പാമരന്മാരല്ലല്ലോ. അപ്പോൾ വരും, ചോദ്യങ്ങൾ വരും. മാത്രമല്ല വിപരീത ബുദ്ധിയും വരും. ഭ്രാന്തി സമുജായത്തെ, ഇവിടെയും വിധിക്കുകയാണ്. തത്വജ്ഞാനമല്ല, ധ്യാനത്തെ വിധിക്കുകയാണ്. വിജ്ഞായ പ്രജ്ഞാം കുർവീത എന്ന് പറയും. ഇതിനെ അറിഞ്ഞിട്ട് എങ്ങനെ യാഗം വേദം അധ്യയനം ചെയ്തപ്പോൾ യജേതാന്ന് യാഗത്തെക്കുറിച്ച് ബോധമുണ്ടായി. ആ ബോധം കൊണ്ട് സ്വർഗം കിട്ടുമോ? ഇല്ലല്ലോ. പറയുന്നതിന് യുക്തിയുണ്ട്. യാഗത്തെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറില്ല. പഞ്ചസാരയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാരയുടെ മധുരം അനുഭവിക്കാൻ പറ്റും. അതുപോലെ യാഗത്തെക്കുറിച്ച് അറിഞ്ഞാൽ സ്വർഗം കിട്ടില്ല. അപ്പോൾ
അവിടെ ആകാംക്ഷ ഉണ്ടാകുന്നു. കേന കം കേന കഥം, എങ്ങനെ ഏതൊക്കെ രീതിയിൽ എന്ത് സാധിക്കണം. അപ്പോൾ യാഗക്രിയ അനുഷ്ഠിക്കുന്നു. അതേ വേദത്തിൽ നിന്ന് തന്നെ അറിയുന്നു. ആത്മീയത്വ ഉപാസിത തുടങ്ങിയ വാക്യങ്ങളിൽ നിന്ന് അറിയുന്നു ആത്മാവിനെ കുറിച്ച്, ഉപാസനയെ കുറിച്ച് അറിയുന്നു. അപ്പോൾ ഇവിടെ അറിയുന്നു നമ്മൾ. അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വിജ്ഞായ പ്രജ്ഞാംകുർവീത, പോയി ധ്യാനിക്കുന്നു. എന്തിനു? ബോധത്തിന് വേണ്ടി. അറിഞ്ഞതിന് ശേഷം അതിന്റെ ബോധത്തിന് വേണ്ടി ധ്യാനിക്കുക. അതാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇത് രണ്ടും പറയുന്ന വേദത്തിലാണ്. ഒരു തരത്തിൽ ഒരു ഭാഗത്തെ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കുകയും വേറൊരു ഭാഗത്തെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. എന്ത് കേട്ടാലും വിഴുങ്ങുന്നവരെ സംബന്ധിച്ച് കുഴപ്പമില്ല. വിദ്വാൻമാരങ്ങനെയാണ്. അവര് പരപ്രത്യ നേയബുദ്ധികളല്ല, മറ്റുള്ളവരുടെ ബുദ്ധിക്കനുസരിച്ച് ചലിക്കുന്നവരല്ല. സ്വയം ചിന്തിക്കും. എന്തെങ്കിലും ചിന്തിക്കുകയല്ല, ശാസ്ത്ര പ്രമാണങ്ങൾക്കനുസരിച്ച് ശാസ്ത്രയുക്തികൾക്കനുസരിച്ച് ചിന്തിക്കും. അപ്പം അവിടെ അറിഞ്ഞിട്ട് പ്രവർത്തിക്കാനുണ്ടെങ്കിൽ വിജ്ഞായ പ്രജ്ഞാൻ കുർവീത, ഇനി വരുമെന്ന്. അറിഞ്ഞിട്ട് ഉപാസിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ധ്യാനിക്കണമെന്ന്. അപ്പം ഇവിടെയും ഇതറിഞ്ഞിട്ട് ധ്യാനിക്കുക തന്നെ വേണം എന്നാണ്. അങ്ങനൊരു ഭ്രാന്തി വരും. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ചുകൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന്റെ ആവശ്യം എന്തിനാണ്? ആത്മബോധം ഉണ്ടായാൽ പോരെ. എല്ലാവരും ഇതൊക്കെ പഠിച്ചിട്ടാണോ എല്ലാവർക്കും ആത്മബോധം ഉണ്ടായത്? പലരും പലതരത്തിലുള്ള സിദ്ധന്മാരും അവരും ഇവരുമൊക്കെ ഉണ്ടല്ലോ. അവർക്കുണ്ടായില്ലേ? അല്ലേ? സാധാരണ പറയുന്നതാണ്. ഭാഷ്യവും വാർത്തയും ഒക്കെ പഠിച്ചിട്ടാണോ രമണ മഹർഷിക്ക് ബോധമുണ്ടായത്, രാമകൃഷ്ണദേവന് ബോധമുണ്ടായത്? ഇതൊക്കെ നമ്മൾ സാധാരണ ചോദിക്കാറില്ല. അതുപോലെ എത്രയോ സിദ്ധന്മാരുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം തോന്നുന്നു. ഇവിടെ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾ പ്രമാണമല്ല. ഒരുപാട് സിദ്ധന്മാരുണ്ടാകാം, ഒരുപാട് മഹാത്മാക്കളുണ്ടാകാം. അതൊന്നും ഇവിടെ വിഷയമാണ്. ഇവിടെ പ്രമാണമായിരിക്കുന്ന ശ്രുതി. ആ തത്വ ഉപദേശത്തെയാണ് ഇവിടെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത്. വ്യക്തികളെ ഒരു ജ്ഞാനികളാണോ അല്ലയോ, സിദ്ധന്മാരാണോ അല്ലയോ, അതൊന്നും ഇവിടെ ചർച്ചയ്ക്ക് വിഷയമേ അല്ല. ശ്രുതിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് ചർച്ച ചെയ്താൽ മതി. അല്ലെങ്കിൽ നേരെ പോയി ചാർവാകന്മാരുടെ ബെഞ്ചിൽ ഇരുന്നുള്ളൂ. ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല. അവരുമായിട്ട് ചർച്ച ചെയ്യുക, നിങ്ങളൊരു അഭിപ്രായത്തിലെത്തിച്ചേരും. ശ്രുതി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രമാണമാക്കി ചർച്ച ചെയ്യുക. ഭാഷ്യകാരൻ ശ്രുതികളിൽ പറയുന്ന ഋഷിമാരെ പോലെ സ്വീകരിക്കുന്നു. ഋഷിമാരോ അതൊക്കെ കഥകളാണ്, അർത്ഥവാദ കഥകളാണ്. അതിനൊന്നും കാര്യമില്ല. നിങ്ങളാ ഉപദേശത്തെ മാത്രം സ്വീകരിച്ചു. അതാണ് ഭാഷ്യകാരന്റെ നിലപാട്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നു. ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ ഭ്രാന്തി വരാൻ പാടില്ല. ആ ഭ്രാന്തിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ ചർച്ച ചെയ്യണം, തീരുമാനിക്കണം എന്താണോ. കാരണം അതിൽ നിന്നല്ലേ ബോധം ഉണ്ടാകേണ്ടത്, അതിൽ നിന്ന് ഭ്രാന്തിയല്ല ഉണ്ടാകേണ്ടത്. അതുകൊണ്ടിവിടെ ആദ്യം ഇവിടുത്തെ ചർച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം ആ സിദ്ധാന്തത്തെ അങ്ങ് പറഞ്ഞു, പിന്നീട് പൂർവപക്ഷം, പിന്നീട് പക്ഷാന്തരങ്ങളൊക്കെ കാണിക്കുകയാണ്. അതാണ് സിദ്ധാന്തോപകരണ പൂർവം പൂർവപക്ഷ പ്രദർശ്യതേ സമ്യക് നിർജാത സിദ്ധാന്തോ യതോ വേദി ബലാബലം. ഇവിടെ ആദ്യം സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നു. ഇതും പലർക്കും വരുന്ന കാര്യമാണ്. ആ തത്വം അങ്ങ് പറഞ്ഞാൽ പോരെ,
എന്തിനാ അവരത് പറഞ്ഞു, മറ്റവരത് പറഞ്ഞു, ഇതൊക്കെ പറയാൻ പോകുന്ന എന്തിനു? സിദ്ധാന്ത ഉപക്രമ പൂർവപക്ഷം. ആദ്യം സിദ്ധാന്തം പറയുന്നു, പിന്നീട് പൂർവപക്ഷം. സാധാരണ അങ്ങനെയല്ല കാണുന്നത്. ആദ്യം പൂർവപക്ഷം, പിന്നീട് സിദ്ധാന്തം. അതെന്തിനങ്ങനെ പറയുന്നു? നിങ്ങൾ ധരിച്ചിരിക്കുന്ന സിദ്ധാന്തത്തിന്റെ ബലാബലം അത് ദൃഢമായി ധരിച്ചോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി നോക്കാൻ വേണ്ടി. നമുക്കതാണല്ലോ, നമ്മളൊരു കാര്യം ധരിക്കുന്നു, വിസ്മരിക്കുന്നു, അല്ലെങ്കിൽ അവ്യക്തമായി ധരിക്കുന്നു. സിദ്ധാന്തമാണെന്ന് പറഞ്ഞ് ഉപദേശിച്ചാലും ശരി, കേൾക്കുന്നവനത് വേണ്ടും വണ്ണം ഗ്രഹിക്കണമെന്നില്ല. അപ്പോൾ അവന്റെ ആ ഗ്രഹണത്തെ ഒന്ന് ഉലയ്ക്കാൻ വേണ്ടി അത് ശരിയാണോ ആണ് പറയുന്നത്. സ്ഥൂണാഖനന ന്യായം എന്ന് പറയുന്നത്. തൂണ് തറയിൽ കുത്തി ഉറപ്പിക്കാനാണ് തറയിലേക്ക് കുത്തിയത്, അത് വലിച്ചൂരി എടുക്കാൻ വേണ്ടിയല്ല. പക്ഷേ വീണ്ടും അതിനെ വലിച്ചൂരി എടുക്കുന്നതിന്, വീണ്ടും അതിനെ ആഞ്ഞ് തറയിൽ തറപ്പിക്കുന്നതിന് വേണ്ടി, ഉറപ്പിക്കുന്നതിന് വേണ്ടി. അതുപോലെ ഇവിടെ വീണ്ടും പൂർവപക്ഷം പറയുന്നു. അപ്പോഴാണ് അറിയുന്നത് താൻ ധരിച്ചതിൽ ഉപദേശിക്കുന്ന അതുപോലെ തന്നെ താൻ ധരിക്കണമെന്നില്ല, ധരിച്ചതിൽ പെശകുകളുണ്ട്. അത് പൂർവപക്ഷ രൂപത്തിൽ അതിനെ സ്വയം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അങ്ങനെ ദൃഢമാക്കുന്നു. വാദേ വാദേ ജായതേ തത്വബോധ, അതാണ് നിധ്യാസനം എന്ന് പറയുന്നത്. ബോധം ഉണ്ടായി, പക്ഷെ വാദം എന്ന് വെച്ചാൽ വിചാരം, ആ വിചാരത്തിലൂടെ അത് ദൃഢമാകുന്നു. അതുകൊണ്ട് ആദ്യ സിദ്ധാന്തത്തെ പറഞ്ഞു, പിന്നീട് പൂർവപക്ഷത്തെ പറയുന്നു. അതാണ് അതുകൊണ്ട് പറയുന്നു നിത്യപ്രാപ്തി മിഹാചഷ്ടേ വിദ്യർത്ഥ അപനുനുത്സയ അപ്രാപ്താംശ അനുപാത്യോ സർവേ ഏവ വിധരീയത. ഇവിടെ ആത്മാവിന് ആദ്യ സിദ്ധാന്ത രൂപത്തിൽ പറയുമ്പോൾ ആത്മതത്വത്തെക്കുറിച്ച് ഭാഷ്യകാരൻ പറയുന്നത് നിത്യപ്രാപ്തമെന്ന് തന്നെയാണ്. എന്നിട്ട് ശ്രുതിയുടെ സഹായം വേണ്ടി വന്നു എന്നുള്ള പേര്, പക്ഷെ അത് നിത്യപ്രാപ്തം തന്നെയാണ്. അതുകൊണ്ട് അവിടെ യാതൊരു വിധിയുടെ ആവശ്യമില്ല. അതായത് ഉപാസന ധ്യാനിക്കൂ എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിത്യസിദ്ധമായ വസ്തുവാണ്. എവിടെയെങ്കിലും അങ്ങനെ വിധിക്കുന്നത് അപ്രാപ്ത അംശ അനുപാതി, പ്രാപ്തമല്ലാത്തൊരു കാര്യത്തെ വിധിക്കും. അതിന് നേരത്തെ ഉദാഹരണം പറഞ്ഞു ഈ യാഗത്തെ സംബന്ധിച്ച്. പിന്നെ ധ്യാനത്തിന്റെ വിധി ഉണ്ടോ? ഭാഷ്യകാരൻ പറയുന്നത് വിധിച്ഛായ, വിധി പോലെ തോന്നിക്കുന്നു എന്നെല്ലാം പറയും. അത് ഇനി ചർച്ച ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു വിധിയുടെ അംശമുണ്ടോ? തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, എന്താണ് ഇത് നിത്യപ്രാപ്തമാണ്, അതുകൊണ്ട് ഇവിടെ വിധിയുടെ ആവശ്യമില്ല, ബോധിച്ചാൽ മതി. യജ്ഞാന പ്രവർത്തയ തജ്ഞാനേ സ്ഥിതി സാകുതഃ നഹി ഇഹ അപാസ്തനിദ്രോപി സുപ്തവത് സ്വപ്നം വീക്ഷത്തെ. ഒരു നല്ല ഉദാഹരണം പറയുന്നു. ആത്മാവിനെ ബോധിച്ചിട്ടൊരു കർമ്മം ചെയ്യുക. എന്തിനതിനെ ബോധിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആത്മബോധം കൊണ്ട് വരേണ്ട മോക്ഷത്തിന് വേണ്ടിയോ ഒരു കർമ്മം ചെയ്യും. അത് ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്ത് ആത്മാവിനെ ബോധിക്കാനൊക്കത്തില്ല. അത് ധ്യാനമായാലും ശരി. എന്തുകൊണ്ട്? എല്ലാ കർമ്മത്തിനും കാരണമായിരിക്കുന്നത് സ്വരൂപാജ്ഞാനമാണ്. സ്വസ്വരൂപം കർത്തൃത്വം തുടങ്ങിയ ധർമ്മങ്ങളുള്ളതല്ല.
പക്ഷേ ഞാനത് ചെയ്യേണ്ടവനാണ് എന്ന് കരുതി ചെയ്യുന്നു. ഇത് അജ്ഞാനം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിലും അജ്ഞാനം എന്ന് പറയാം. ഈ ആത്മബോധത്തിന്റെ ആവശ്യം എന്താണ്? ഈ കർത്തൃത്വത്തെയും മറ്റും നിഷേധിക്കുകയാണ്. നീ ആ കർത്താവാണോ, നിന്നിൽ പ്രവൃത്തിയില്ല, നീ പ്രവർത്തിക്കുന്നവനല്ല. ഈ ബോധം ഉണ്ടായതിനു ശേഷം പിന്നെ ആത്മബോധത്തിന് വേണ്ടി ഒരു പ്രവൃത്തി അതങ്ങനെ സാധ്യമാകും? അത് സാധ്യമാകത്തില്ല. ഉദാഹരണം പറയുന്നു. ഉറക്കത്തിൽ പോയി, പിന്നീട് അവിടുന്ന് സ്വപ്നത്തിൽ പോയി. നമ്മൾ സ്വപ്നം കാണുന്നത് ഉറക്കത്തിൽ പ്രവേശിച്ചതിന് ശേഷം ആണ് പിന്നെ സ്വപ്നത്തിലേക്ക് പോകുന്നത്. ജാഗ്രതയിലാരും അതുപോലെ സ്വപ്നം കാണാറില്ല. അപ്പോൾ ഒരാൾ പറയുന്നു, ഞാൻ എൻ്റെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഉണർന്നു, വീണ്ടും സ്വപ്നം തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് സംഭവിക്കും. ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം വീണ്ടും സ്വപ്നം സംഭവിക്കുന്നു. അത് സംഭവിക്കാറില്ല. ഉണരുന്ന ആ നിമിഷം തന്നെ സ്വപ്നം നഷ്ടമാണ്. സ്വപ്നത്തിലെ ആനയെ കണ്ട് പേടിച്ചിട്ടാണ് ഉണർന്നത്. പിന്നെ ഇവിടെ ജ്ഞാനം കൊണ്ട് കർത്തൃത്വം, കർമ്മം സർവ്വതും അവിടെ നശിച്ചു കഴിഞ്ഞു. സർവത്തെ നിഷേധിച്ചു കഴിഞ്ഞു. പിന്നെ ജ്ഞാനത്തിന് വേണ്ടി ഒരു കർമ്മം, ഒരു അഭ്യാസം, അത് മാനസികമായി കൊള്ളട്ടെ, അതങ്ങനെ കഴിയും. അത് സാധ്യമല്ല. പിന്നീട് തന്നെ ഉപാസിക്കാൻ സാധ്യമല്ല. അങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് സാധിക്കേണ്ടതെന്തോ അത് സാധിച്ചില്ലെന്നർത്ഥം, ഉണർന്നില്ലെന്നർത്ഥം. ഒരാൾ പറയണ ഞാൻ ഉണർന്നതിന് ശേഷം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വപ്നത്തിലയാൾ ഉറങ്ങി, സ്വപ്നത്തിലയാൾ ഉണർന്ന്, സ്വപ്നത്തിൽ ഉണർന്നതിന് ശേഷം വീണ്ടും അയാൾ സ്വപ്നം കാണുന്നു. ഇത് സംഭവിക്കും. ജാഗ്രതത്തിൽ അത് സംഭവിക്കത്തില്ല. സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സ്വപ്നത്തിൽ തന്നെ. അതാണ് അപാസ്തനിദ്രോപി സുപ്തവൻ സ്വപ്നമീക്ഷതി. അപാസ്തനിദ്രൻ, നിദ്രയിൽ നിന്ന് മോചിച്ചവൻ വീണ്ടും സ്വപ്നം കാണുക, അത് സംഭവിക്കില്ല. അതുകൊണ്ട് ശ്രുതിവാക്യം ശ്രവിച്ച്, തത്വമസ്യാദി വാക്യങ്ങൾ ശ്രവിച്ച് അതിൽ നിന്ന് സ്വസ്വരൂപത്തെ ബോധിച്ചവൻ, അവന് വീണ്ടും അജ്ഞാന കാര്യങ്ങളായിരിക്കുന്ന കർമ്മങ്ങളും മറ്റും അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ആത്മോപാസന പോലെയുള്ള കർമ്മങ്ങൾ, യാഗാദികൾ പോട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റും. ആത്മബോധത്തിന് വേണ്ടി ഉള്ള ആത്മോപാസന, ആത്മധ്യാനം, അത് സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണോ? അയാൾ ഉണർന്നിട്ടില്ല. യഥേസ്യ സ്വതോരൂപം നത് പ്രാപ്തോ അപേക്ഷതേ ക്രിയാം മോഹനിമിത്തത്വാദപേക്ഷ കർത്തൃപഹ്നവേ. ഞാൻ മുമ്പ് പറഞ്ഞു, ധ്യാനിക്കരുത്, ധ്യാനിക്കുന്ന അസംബന്ധമാണ് എന്നല്ല പറയുന്നു. അതൊക്കെ എവിടെയാണ് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നു. എന്താണ്? യദ്ധി യസ്യ സ്വതോരൂപന്ന തത് പ്രാപ്തോ അപേക്ഷതേ ക്രിയാം. തന്റെ സ്വരൂപം, അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അന്യമായി എന്തിനെങ്കിലും നേടാൻ വേണ്ടി പറയുകയല്ല. സമാധി എവിടെയാ? മനസ്സിലാണ്. മനസ്സിന്റെ അവസ്ഥയാണ്. മനസ്സിനെ താൻ അന്യമായി കാണുമ്പം അന്യമായ മനസ്സിന്റെ ആ ഒരു അവസ്ഥാന്തരത്തിന് വേണ്ടി നിങ്ങൾക്ക് ധ്യാനം ശീലിക്കും. ദോഷമൊന്നുമില്ല.
അവിടെ പക്ഷെ ഇവിടെ അതല്ല, അന്യമായ ഒന്നിനെ കുറിച്ചല്ല ശ്രുതി പറയുന്നത്. ത്വം തദസി സദാത്മീകത്വമാണ് ഉപദേശിക്കുന്നത്. സ്വസ്വരൂപത്തെക്കുറിച്ചാണ് ബോധിപ്പിക്കുന്നത്. അവിടെ അന്യമായ ഒരു ക്രിയയുടെ അപേക്ഷ എങ്ങനെ ഉണ്ടാവും ആ ബോധത്തിൽ? അന്യാപേക്ഷ അവിടെ ഇല്ലാന്ന് നിർത്തും. യദ്ധി യസ്യ സ്വതോരൂപം, ഇവിടെ സ്വസ്വരൂപമാണ്. അതിന്റെ പ്രാപ്തിക്ക് വേണ്ടി മറ്റൊരു ക്രിയ അപേക്ഷിക്കുന്നില്ല. പിന്നെ ശബ്ദത്തെ അപേക്ഷിക്കുന്നു എന്ന് ചോദിക്കുന്നു. അത് പ്രമാണം. പ്രമയ്ക്ക് പ്രമാണം ആവശ്യമാണ്. ക്രിയയെ പ്രമാണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് പറയും ശബ്ദത്തിന്റെ സ്വഭാവമാണ് ബോധത്തെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. കണ്ണിന്റെ സ്വഭാവമാണ് കാണുക എന്ന് പറയുന്നത്. ചെവിയുടെ സ്വഭാവമാണ് കേൾക്കുക എന്ന് പറയുന്നത്. അതാത് ബോധങ്ങളെ ഉണ്ടാക്കുക ഇവയുടെയൊക്കെ പ്രവൃത്തിയാണ്, സ്വഭാവമാണ്. അതുപോലെ ശബ്ദത്തിന്റെ സ്വഭാവമാണ് ബോധത്തെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇനി ശബ്ദം കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ബോധം ഉണ്ടാകുന്നില്ലേ? അത് അവിടെ വാദിക്കേണ്ട കാര്യമുണ്ടോ? തർക്കിക്കേണ്ട കാര്യമുണ്ടോ? ബോധം യഥാർത്ഥമായ ബോധത്തെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അതിന് പ്രമാണം എന്ന് പറയുന്നു. അപ്പോൾ ബോധത്തെ ഉണ്ടാക്കിത്തരുന്ന പ്രമാണത്തിന്റെ ജോലിയാണ്, കർമ്മത്തിന്റെ ജോലിയല്ല. ക്രിയ കൊണ്ടെന്തെങ്കിലും ബോധം ഉണ്ടാവും? ഇല്ലല്ലോ. ബോധത്തെ ആശ്രയിച്ച് നമ്മൾ ക്രിയകൾ ചെയ്യുന്നു. ഇവിടെയും എന്താണ് വാസ്തവത്തിൽ? സ്വസ്വരൂപമാണ്. അതാണ് സ്വരൂപബോധത്തിൽ ക്രിയ അപേക്ഷിക്കുന്നില്ല. ക്രിയകൾ ആവശ്യമുണ്ട്. ഇവിടെ മോഹനിമിത്തത്വ, ക്രിയകളെല്ലാം മോഹനിമിത്തമാണ്. ഇത് നമ്മൾ ഗീതയിൽ വളരെ വിശദമായി ചർച്ച ചെയ്തു. എല്ലാ കർമ്മങ്ങളും മോഹനിമിത്തമാണ്. നിദ്രയിൽ സ്വപ്നമെന്ന് പറയുന്നു. സ്വപ്നത്തിന് എന്താണോ കാരണമായിരിക്കുന്നതിന് നിദ്ര എന്ന് പറയാം. അതുകൊണ്ട് സ്വപ്നങ്ങളുണ്ടാകും. അതുപോലെ ഈ കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന എന്തോ അതിനെ മോഹം എന്ന് പറയാം. അത് കർമ്മത്തിന് കാരണമാണ്. അതിനിമിത്തമായി കർമ്മം നടക്കും. അപേക്ഷ കർത്തൃപഹ്നവേ. അതുകൊണ്ട് ഈ കർത്തൃത്വാദികളെ ഇല്ലാതാക്കുന്നതിന് കർമ്മത്തെ ഒരു പരിധിവരെ അപേക്ഷിക്കും. ആണ് കർമ്മയോഗം എന്ന് പറയും. ധ്യാനത്തെ ഒരു പരിധിവരെ അപേക്ഷിക്കും. കർത്തൃത്വാദികളെ ഇല്ലാതാക്കുന്നത്. അതാണ് കർമ്മം, ചിത്തശുദ്ധി. പിന്നെ അവിടെ കർമ്മത്തിലൂടെ ചിത്തശുദ്ധി വന്നു. ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ അവിടെ പ്രമാണത്തിന്റെ ആവശ്യമുണ്ട്, ജ്ഞാനത്തിന്. ഉപദേശത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ജ്ഞാനം പ്രകാശിക്കും. ശാസ്ത്രത്തിന്റെയും ഗുരുവിന്റെയും ആവശ്യം വരും. ശ്രുതി പോലെ ശ്രുതി നേരിട്ട് വന്നാരും ഉപദേശിക്കാറില്ലല്ലോ. ശ്രുതി ശ്രൗതൻ, ശ്രുതിയെ ഗ്രഹിച്ചവനിലൂടെ വരത്തുള്ളൂ. ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിച്ചവൻ, ബോധിച്ചവൻ ഉപദേശിക്കണം. അപ്പോൾ അവിടെ ഗുരുവിന്റെ ആവശ്യം വരും. അതുകൊണ്ട് അത് കൂടിയേ തീരും. അതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ ആണ് ധ്യാനത്തിന്റെയും മറ്റും ആവശ്യമായി വരുന്നത്. ശാരീരികവും മാനസികവുമായ ക്രിയകളുടെ എല്ലാം ആവശ്യം അവിടെ വരുന്നു. അതെന്തിന്? ഈ കർത്തൃത്വാദി ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, പരമ്പരയായി ഇല്ലാതാക്കുന്നതിന്, നേരിട്ടല്ല, ചിത്തശുദ്ധിയിലൂടെ ഇല്ലാതാക്കുന്നതിന് അവിടെ കർമ്മത്തിന്റെ ആവശ്യമുണ്ട്. അത് അംഗീകരിക്കുന്നുണ്ട്. അവിടെ ധ്യാനത്തിന്റെ ആവശ്യമുണ്ട്.
ധ്യാനം കൊണ്ട് പ്രയോജനമുണ്ട്. മനസ്സിന്റെ ഏകാഗ്രത തുടങ്ങിയ കാര്യങ്ങൾ അതുകൊണ്ട് സാധിക്കും. അല്ലാതെ ധ്യാനിച്ച് ആത്മാവിനെ വെളിപ്പെടുത്താൻ ഒക്കത്തില്ല ഒരിക്കലും. കാരണം വെളിപാട് ജ്ഞാനം അത് പ്രമാണത്തിൽ നിന്നേ ഉണ്ടാകും, ക്രിയകളിൽ നിന്ന് അതുണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇവിടെ അതിനെയൊക്കെ അംഗീകരിക്കുന്നു, ധ്യാനത്തെയും മറ്റും അംഗീകരിക്കുന്നു. ധ്യാനിക്കാം, അതിന് ഒരു പ്രയോജനം പറഞ്ഞിട്ടുണ്ട്, ആ പ്രയോജനത്തിന് വേണ്ടി അത് ചെയ്തു. ഒരാൾ സമാധി ആഗ്രഹിക്കണമെങ്കിൽ അയാൾക്ക് ധ്യാനിക്കാം, സമാധിയിലെത്താം. എന്താ ദോഷം? പക്ഷേ സ്വരൂപബോധത്തിന് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിനിവിടെ വിധിക്കുന്നില്ല, ഉപാസനയുടെ ആവശ്യമില്ല എന്നർത്ഥം. എന്നുവെച്ചാൽ സമ്മോഹവിധ്വസ്തൗ യഥാവസ്തു അവബോധത സമർത്ഥമന്യത് പശ്യാമ ക്രിയാകാരകരൂപകം. മോഹം നശിക്കുക, സ്വസ്വരൂപബോധം ഉണ്ടാകുക. ഈ കാര്യത്തിന് ഇവിടെ തത്വശ്രവണമല്ലാതെ മറ്റൊരു കർമ്മത്തിന്റെയും അപേക്ഷയില്ല എന്ന്. മറ്റ് മാനസികമായ ക്രിയകളുടെയൊന്നും ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ക്രിയയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് ശ്രവണമാണ്. മറ്റ് ഒന്നിന്റെ ആവശ്യമില്ല. അതും പറയുന്നു ആ ജ്ഞാനത്തിന്റെ ഉത്പത്തിക്ക് അതിന് ക്രിയയുടെ ആവശ്യമുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോ ഉപനിഷത്ത് ശ്രവിക്കുക, അതൊരു ക്രിയയാണല്ലോ, അതൊരു പ്രവൃത്തിയല്ലേ ശ്രവണം, ജ്ഞാനേന്ദ്രിയ പ്രവൃത്തിയല്ലേ. അത് ആ ജ്ഞാനോത്പത്തിക്ക്. പക്ഷെ ജ്ഞാനം ഫലത്തെ കൊടുക്കുന്നതിന്, അജ്ഞാനനാശത്തിന് അതിനെ അപേക്ഷിക്കുന്നില്ല. അത് ജ്ഞാനം കേവലം പ്രകടമാകുന്നതിന് മാത്രം, അഭിവ്യക്തമാകുന്നതിന് മാത്രമേ അതാണ് അതിന്റെ ഉത്പത്തിയിൽ അപേക്ഷിക്കുന്നു എന്ന് പറയുന്നത്. അത് അതിന്റെ ഉത്പത്തിയിൽ ശ്രവണത്തെ നേരിട്ട് അപേക്ഷിക്കുന്നു, ശബ്ദത്തെ. മറ്റ് ധ്യാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരമ്പരയെ അംഗീകരിക്കുന്നു. എങ്ങനെ? മനസ്സിന് അതിന്റെ യോഗ്യതയെ സമ്പാദിപ്പിച്ചുകൊണ്ട് മനസ്സിന്റെ യോഗ്യതയെ സമ്പാദിപ്പിക്കാൻ വേണ്ടി മറ്റ് കർമ്മയോഗവും ഭക്തിയോഗവും മറ്റു കാര്യങ്ങളുമെല്ലാം ആവശ്യമായി വരും. അപ്പം അതിനൊന്നും പാടെ നിഷേധിക്കുകയല്ല, ധ്യാനം വേണ്ടെന്നോ അങ്ങനെയൊന്നും പറയുകയല്ല. തത്വശ്രവിക്കുന്നു, ശ്രവണത്തിൽ നിന്ന് ബോധം ഉണ്ടാകുന്നില്ല. എന്താ കാര്യം? അവിടെ ചിത്തശുദ്ധിയില്ല, യോഗ്യതയില്ല. ആ യോഗ്യതയ്ക്ക് എന്ത് വേണം? നിങ്ങൾ മറ്റു കാര്യങ്ങൾ ശീലിക്കുക, ധ്യാനമോ കർമ്മയോഗമോ ഗുണഭക്തിയോ എല്ലാം ശീലിക്കുക, പരിശീലിക്കുക. അർച്ചന, ഉപാസന, മന്ത്രജപം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശീലിച്ചോളൂ. അതെല്ലാം ചിത്തശുദ്ധിക്ക് വേണ്ടി. അല്ലെങ്കിൽ മറ്റു പല പ്രയോജനം പറയും, ദേവതാനുഗ്രഹം, ചിത്തശുദ്ധി, ഗുരുപ്രസാദം തുടങ്ങി പല കാര്യങ്ങളും പറയും. അതിനുവേണ്ടിയൊക്കെ അതെല്ലാം ആകാം. ജ്ഞാനോത്പത്തിക്ക് നേരിട്ട് അതൊന്നും കാരണമല്ല, നേരിട്ട് വേദാന്ത വാക്യശ്രവണം മാത്രം. വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, അതെങ്ങനെയാകും എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ വിധിയില്ല എന്ന് പറയുന്നു. ഇവിടെ വീണ്ടും ചോദിക്കുന്നു, ദുഷ്ടതാവത് പക്ഷിക്ക് ആത്മോപാസന പ്രാപ്തർ നിത്യാവിധി അപൂർവവിധി പറഞ്ഞല്ലോ. സിദ്ധാന്തം പറഞ്ഞതിന് ശേഷം പൂർവപക്ഷ സിദ്ധാന്തം പറഞ്ഞു ജ്ഞാന മോക്ഷത്തിന് കാരണമാണ്, അതിന് കർമ്മം കാരണമല്ല. ഉപാസന അല്ലെങ്കിൽ ധ്യാനം കൊണ്ടല്ല ജ്ഞാനം ഉണ്ടാകേണ്ടത്.
ഇവിടെ പറയുന്നു ആത്മാ ഉപാസന അത് നിത്യമാണോ വികല്പമാണോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത് അപൂർവവിധിയാണ് പൂർവക്ഷി പറയുന്നു. യജ്ഞത എന്ന് വിധിച്ചതുപോലെ അപൂർവം മുമ്പില്ലാത്ത ഒരു കാര്യത്തെ വിധിക്കുകയാണ്. മുമ്പ് നിനക്ക് ആത്മബോധം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നിനക്ക് ആത്മബോധം വേണം, അതുകൊണ്ട് ആത്മാവിനെ ധ്യാനിക്കുക. സംഗതി വളരെ സിമ്പിളാണ്. ജ്ഞാന ഉപാസനയോ ഏകത്വ സതി അപ്രാപ്തത്വം. ഇവിടെ ജ്ഞാനമൊന്നും ഉപാസന എന്നെല്ലാം പറഞ്ഞാൽ ഒന്നും തന്നെ, ധ്യാനം തന്നെ. പൂർവക്ഷി പറയുകയാണ് നമ്മൾ പലരും ധരിച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെയാണ് അദ്വൈതമാണെന്ന് ധരിച്ചിരിക്കുന്നത്. എന്താണ്? ജ്ഞാനം ഉപാസന ഏകത്വം രണ്ടും ഒന്നാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ജ്ഞാനമാണ് ധ്യാനം. ഇങ്ങനത്തെ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ ജ്ഞാനവുമില്ല, നമ്മുടെ കയ്യിലിപ്പോൾ ധ്യാനവുമില്ല. അത് ഇപ്പോൾ പ്രാപ്തമല്ല. അതുകൊണ്ട് വേദം വിധിക്കുന്നു, നീ ഉപാസിക്കുക, നീ ധ്യാനിക്കുക സ്വസ്വരൂപത്തെ. അത് വിശദീകരിക്കുന്നു പൂർവക്ഷി. സവേദ്യതി വിജ്ഞാനം പ്രസിദ്ധി ആത്മീയത്തെ ഉപാസിത്യ വേദ ഉപാസന ശബ്ദരേഖാർത്ഥത അവഗമ്യത. ഇവിടെ വേദ ഉപാസന ഉപാസീത എന്നെല്ലാം പറഞ്ഞ അർത്ഥം ഒന്നാണ്. കാരണം എന്താണ്? നസവേദ, അവനതിനെ ഉപാസിച്ചില്ല എന്ന് വിജ്ഞാനത്തെ പ്രസിദ്ധി. അവിടെ ഉപാസനയെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം ആത്മീയത്തെ ഉപാസീത, ഉപക്രമത്തിൽ ഉപാസനയെക്കുറിച്ച് പറഞ്ഞു, ഉപസംഹാരത്തിലും ആത്മീയത്തെ ഉപാസീത എന്ന് ഇവിടെ തന്നെ പറയുന്നു. നിത്യവിധാനാഥ് എന്ന് പറയുന്നുകൊണ്ട് വേദ ഉപാസനയിൽ രേഖാർത്ഥത അവഗമ്യതയും വേദ ഉപാസീന എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, വ്യത്യാസം. അനേന ഹേത് സർവം വേദ, സർവത്തെയും അവൻ ഉപാസിച്ചു. ആത്മാനമേ അവേ ഇത്യാദി ശ്രുതിഭ്യസ്, ആത്മാവിനെ ഉപാസിച്ചു തുടങ്ങിയ ശ്രുതികളിൽ നിന്നും വിജ്ഞാന ഉപാസനം. ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞ ഉപാസനയാണ്, വേറെ ജ്ഞാനമില്ല. തസ്യ അപ്രാപ്തത്വ വിദ്യാർഹത്വം. അതെങ്ങനെ പ്രാപ്തമായി? നിങ്ങൾ പറയുന്നത് ശരി ആയിക്കോട്ടെ, ആത്മാവ് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ആത്മാവിനെ ഉപാസിക്കുക അത് പ്രാപ്തമായി. ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞ ഉപാസന എന്നർത്ഥം. വേദത്തിൽ നിന്ന് ആത്മാവിനെ കുറിച്ചൊക്കെ അറിഞ്ഞു, പക്ഷെ ഉപാസിത എന്ന് കേട്ടപ്പോഴാണ് അതിനെ ഉപാസിക്കണമെന്ന് പറഞ്ഞത്. വേദത്തിൽ നിന്ന് യാഗത്തെക്കുറിച്ച് അറിഞ്ഞു, അത് ചെയ്യേണ്ടി വരുന്നു, പിന്നീട് ചെയ്തപ്പോഴാണ് സ്വർഗം കിട്ടിയത്. അതുപോലെ തസ്യ അപ്രാപ്തത്വ വിദ്യാർഹത്വം. അതുകൊണ്ട് ഇത് വിധിക്ക് അർഹമാണോ? ഇത് വിധിക്കാവുന്നതാണ്. അപ്പോൾ ഉപാസിക്കണം. എന്താണ് പറയുന്നത്? ആദ്യം സ്വാധ്യായം, വേദാധ്യയനം ചെയ്യണം. വേദാധ്യയനം ചെയ്യുമ്പോൾ വേദത്തിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് തന്നെ കുറിച്ചാണെന്ന് മനസ്സിലാവും. താൻ തന്നെയാണ് ആത്മാവ്. ആ ബോധം നേടിയിട്ട് പിന്നീട് ധ്യാനിക്കണം. ആ ബോധത്തിലിരുന്നുകൊണ്ട് നമ്മൾ ധരിക്കുന്നു അങ്ങനെയാണ്. അങ്ങനെ ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ശ്രുതി പറയുന്നു ഉപാസീത എന്ന് പറയുന്നു. ഇത് അദ്വൈതത്തെ സംബന്ധിച്ച് മാത്രമേ ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റൂ. മറ്റൊരു തത്വശാസ്ത്രത്തെയും ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റ് ആചാര്യന്മാർ, മറ്റ് സമ്പ്രദായങ്ങൾ അവരൊക്കെ ഇതെങ്ങനെ സ്വീകരിക്കുന്നു അതിവിടെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അദ്വൈതം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അദ്വൈതത്തിലെ മുഖ്യ സിദ്ധാന്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. അദ്വൈതം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഗ്രഹിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മളത് ബോധിപ്പിക്കുന്ന ശ്രുതിയെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടിയിട്ടാണ് ഈ പൂർവപക്ഷത്തെ കൊണ്ടുവന്ന് വീണ്ടും അതിനൊന്ന് കലക്കി തെളിക്കുന്നത് ഭാഷ്യക്കാർ.
ഇവിടെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വാർത്തികാരൻ പറയുന്നു. സ്വാധ്യായ അധീതി വിദിന ജ്യോതിഷ്ഠോമാതി ബോധവൻ സദാ പ്രാപ്താത്മവിദ്യാപി നാദോ വിതിർഹേഷ്യത്തെ. വിധി ആവശ്യമില്ല എന്നുള്ള കാര്യം പറയുന്നു. ശബ്ദജന്യമായ ജ്ഞാനത്തിൽ വിധിയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സ്വാധ്യായോ അധ്യേതവ്യ, സ്വശാഖയെ അധ്യയനം ചെയ്യുക. സ്വശാഖയെ അധ്യയനം ചെയ്യുമ്പോൾ അവിടെ കർമ്മങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. അവിടെ തന്നെ ആത്മാവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. അതുകൊണ്ട് ആത്മവിദ്യാപിന്നാദോ വിധി വിഹയിഷ്യതി. അതുകൊണ്ട് ഇവിടെ വിധിയുടെ ആവശ്യമില്ല. സിദ്ധാന്തം ദേഹേന്ദ്രിയ മനോബുദ്ധി സർവവ്യാപാരഭാസന ലിംഗദശ്ച അവസ്ഥയത്വന്ന സംഭാവ്യോ വിധി തതഃ. ദേഹേന്ദ്രിയ മനോബുദ്ധി സർവവ്യാപാര, ദേഹേന്ദ്രിയ മനോബുദ്ധി സർവവ്യാപാരങ്ങളിലൂടെയും ഭാസിച്ചുകൊണ്ടിരിക്കുന്നു, സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി എന്തിനാ വിധി? ഇനി അങ്ങനെ സ്വീകരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുമാനത്തിലൂടെ ഊഹിച്ച് ആത്മാവിനെ ഗ്രഹിക്കും. അങ്ങനെയായാലും ശരി, ലിംഗതശ്ച, അതാണ് അനുമാനത്തിലൂടെ ആത്മാവിനെ ഗ്രഹിക്കും നിശ്ചയിച്ചിരിക്കുന്നവർക്കും എന്ന സംഭാവ്യ വിധി. അതുകൊണ്ട് എന്തായാലും ശരി, ആത്മാവ് പ്രാപ്തമാണ്. പ്രാപ്തമായി ഒന്നും വിധിയുടെ ആവശ്യമില്ല, അപൂർവവിധിയില്ല. തഥാഹം പ്രത്യാ സാക്ഷാത് ആത്മയാഥാത്മ്യ നിശ്ചിതേഹേ അസംഭവാത് അസംപ്രാപ്തേ കുതോ വിധിഹേഷ്യത്തെ. അഹംപ്രത്യയത്തിലൂടെ ആത്മാവിനെ ഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അഹംബോധത്തിലൂടെ, അഹംബോധത്തിലൂടെ പരമാത്മ തത്വത്തെ ഗ്രഹിക്കുന്നില്ല, ജീവാത്മഭാവത്തെ ഗ്രഹിക്കുന്നു. അതാണല്ലോ, ജീവനാണല്ലോ അഹം എന്നുള്ള രൂപത്തിൽ സ്ഫുരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കാനും ജീവാത്മാവ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ ശരി, അത് അഹം പ്രത്യയത്തിലൂടെ സ്ഫുരിക്കുന്നതുകൊണ്ട് അവിടെയും വിധിയുടെ ആവശ്യമില്ല. നന്ദിഹ ആത്മാർത്ഥ സന്തുഷ്ടോ അഹം പ്രത്യഗമ്യത. പക്ഷീതി തതോ അപ്രാപ്ത ഭവേ നൈയമികോ വിധി, നിയമവിധിയാകാം എന്ന് പറയുകയാണ്. എന്തുകൊണ്ട്? അഹം എന്നിങ്ങനെ സംസാരിയായിരിക്കുന്ന ഈ ആത്മാവിനെ അറിയുന്നുണ്ട്. പ്രാപ്തമായതിനും വീണ്ടും വിധിക്കുകയാണെങ്കിൽ എന്നെ വേണ്ടി വന്നാൽ നിയമവിധി എന്ന് പറയാം. വീണ്ടും എന്നെ ബോധിപ്പിക്കുകയാണെങ്കിൽ അതാണ് നന്ദിഹ ആത്മാർത്ഥ സന്തുഷ്ട അഹം പ്രത്യേകമ്യത. പാക്ഷികമാണ്. എന്താണ് അവിടെ പൂർണ്ണമായ ജ്ഞാനം ഉണ്ടാകുന്നത്? പാക്ഷികമായ ബോധം അതാണ്. അഹം പ്രത്യയത്തിലൂടെ തന്നെ അറിയുന്നു, അറിവിന് പൂർണ്ണതയില്ല. എന്തായാലും അവിടെ അറിഞ്ഞു. അതുകൊണ്ട് വേണമെങ്കിൽ അവിടെ അപൂർവവിധി എന്ന് പറയാം. നിയമവിധി, അപൂർവവിധി എന്ന് പറയാൻ കഴിയില്ല. അപൂർവവിധി സ്ഫുട. അതുകൊണ്ട് ഇവിടെ ഉപദേശിക്കുന്ന ഈ ആത്മബോധം പ്രാപ്തമായതാണ്. അതുകൊണ്ട് അവിടെ വിധിയുടെ ആവശ്യമില്ല. അപ്രാപ്തമായതിന്റെ വിധിയുടെ ആവശ്യമുള്ളൂ. ഇതാണ് ഇവിടെ വാർത്തികാരനും പറയുന്നത്. അതിന് പൂർവക്ഷി പറയുന്നു അങ്ങനെയല്ല. ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞ ഉപാസന. ഈ ഉപാസനയെക്കുറിച്ച് ശ്രുതിയിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ. പഞ്ചസാര കേട്ടാൽ പോരാ, കണ്ടാൽ പോരാ, അനുഭവിക്കണം. അനുഭവിക്കാൻ വേണ്ടി ഉപാസിക്കണം. ഇവിടെ ഉപാസനയേ ഉള്ളൂ എന്നാണ്. നമ്മൾ സാറിന് പറയും പുസ്തകങ്ങളൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. എന്താ
ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറെ അറിവുണ്ടാവും. ഇതുപോലെ ആത്മബോധം വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മടക്കി വെച്ചിട്ട് പോയിരുന്ന് ധ്യാനിക്കണം എന്നാണ്. അല്ലാതെ അത് കാരണം നമുക്ക് പഠനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമായിട്ട് പരിചയം ദൃഢമായി പോയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ അതിന് പഠനത്തിന്റെ സ്ഥാനത്ത് ശ്രവണം എന്നെടുക്കുക, തത്വശ്രവണം. ആ തത്വശ്രവണത്തിന് അങ്ങനൊരു ശേഷിയുണ്ട്, സ്വസ്വരൂപത്തെ ബോധിപ്പിക്കാൻ. ശ്രവണത്തിൽ അത് ബോധിക്കുന്നു. അവിടെ വിധിയുടെ ആവശ്യമില്ല. അതുകൊണ്ടിവിടെ വിധിയും ഉപാസനയും ഒന്നാണ്. അതുകൊണ്ടിവിടെ വേദ ഇവിടെ ഉപാസിക്കുക എന്നർത്ഥം എന്ന് പുരോക്ഷി പറയുന്നു. അതിനെ തന്നെ സമർത്ഥിക്കുന്നു. എന്നുവെച്ചാൽ സ്വരൂപ അന്വാഖ്യാനെ പുരുഷപ്രവൃത്തി രൂപത്തിയത്. ഇവിടെ ശ്രുതി അങ്ങനെ സ്വസ്വരൂപത്തെ, ശുദ്ധമായ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ലാതെ വരും. സ്വരൂപ അന്വാഖ്യാനെ സ്വരൂപത്തെ ബോധിപ്പിച്ചാൽ പിന്നെ പുരുഷപ്രവൃത്തി രൂപത്തിൽ, പിന്നെ പുരുഷപ്രവൃത്തി അവിടെ ഇല്ല. ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല, ശ്രവണത്തിന്റെ ആവശ്യമില്ല. സ്വരൂപത്തെ ബോധിപ്പിക്കുന്നിടത്ത് ഒരു തരത്തിലുള്ള പ്രവൃത്തിയും വരത്തില്ല. പ്രവൃത്തിർവ നിവൃത്തിവ നിത്യനിവൃത്തിവ പുംസേനോപദിശ്യേത ശാസ്ത്രമിത്യവിധീയതി. പ്രവൃത്തിയെക്കുറിച്ച്, നിവൃത്തിയെക്കുറിച്ച്, നിത്യത്തെക്കുറിച്ച്, കൃതകത്തെക്കുറിച്ചെല്ലാം ഈ ജീവന്മാരെ ബോധിപ്പിക്കുന്നതാണ് ശാസ്ത്രം. അപ്പോൾ ഇവിടെ സ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്, പ്രവൃത്തിയെ നിവൃത്തിയല്ല. സ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രവൃത്തിയില്ല, ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. തസ്മാത് അപൂർവവിധിരേവായ, അതുകൊണ്ട് ഇത് അപൂർവവിധിയാണ്, മുമ്പില്ലാത്തതിനെ വിധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തത്വശ്രവണത്തിന് ശേഷം ധ്യാനിക്കണം. കർമ്മവിധി സാമാന്യത്തെ എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ പറയുന്ന കർമ്മവിധിയുമായിട്ട് ഇതിന് സമാനതയുണ്ട്. എന്താണ്? യജേത ജുഹുയാദിത്യാദയ കർമ്മവിധിയോ യജേത ജുഹുയാദാക്കേണ കർമ്മവിധികൾ ന തൈരസ്യ ആത്മവിദ്യ ഉപാസീത ആത്മാവരെ അസൃഷ്ടി ദഷ്ടവിത്യാദ്യ ആത്മോപാസന വിശേഷോപഗമ്യത്തെ. അസ്യ ഈ യജേത എന്ന് പറയുന്നതും ഇതിന് പ്രത്യേകതകളൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് ആത്മീയത്തെ ഉപാസിതാവുന്നു, ആത്മാവാര്യ ദൃഷ്ടവ്യം, ഇതെല്ലാം എന്താണ്? ആത്മ ഉപാസന വിധി വിശേഷം, വിദ്യാവിശേഷം. അതൊന്നും ഇതിന് പ്രത്യേകതയൊന്നുമില്ല. യജേത എന്ന് പറഞ്ഞതുപോലെ തന്നെ ആത്മാവാര്യ അധിഷ്ഠവ്യ എന്ന് പറഞ്ഞത് അവിടെ യാഗം ചെയ്യണം, ഇവിടെ മനസ്സുകൊണ്ട് ധ്യാനിക്കണം. നിധ്യാസിതവ്യ എന്ന് പറഞ്ഞില്ല. മാനസക്രിയാത്വച്ച വിജ്ഞാനസ്, ഉപാസന എന്ന് പറയുന്ന മാനസിക ക്രിയയാണ്. അതുകൊണ്ട് ആ വിജ്ഞാനത്തെ, മാനസിക ക്രിയയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. നിങ്ങളതിനെ ഉപാസിക്കുക, ഫലമുണ്ടാവും. ഉപാസന കൂടിയെത്തിയു. അതിന് മീമാംസയിൽ നിന്ന് തന്നെ, മീമാംസകരോടാണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് മീമാംസകരിൽ നിന്നൊരു ഉദാഹരണം എടുത്ത് കാണിക്കുന്നതാണ്. യസ്യ ദേവതായി ഹവിർഗൃഹീതം സ്യർത്ഥം മനസ്സാധ്യായേ വർഷിത്കരിഷൻ ഇത്യാദ്യാഹ മാനസികക്രിയ വിധീയത്തെ. ശ്രുതിയിലും മാനസക്രിയകളെ വിധിക്കുന്നുണ്ട്. മാനസ ഉപാസന, ധ്യാനം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഉപാസന, നാമ, ധ്യാനം ഭാഷ്യകാരൻ തന്നെ പറയുന്നുണ്ട്. ഇത് പൂർവ്വമീമാംസയിൽ വിചാരം ചെയ്ത കാര്യമാണ്. എന്താണ് പറയുന്നത്? കയ്യിൽ ഹവിസ് എടുത്തിട്ട് മനസ്സുകൊണ്ട് ദേവതയെ ധ്യാനിക്കണം. അപ്പോൾ മാനസക്രിയ വിധിക്കുകയാണ്. മനസ്സുകൊണ്ട് ധ്യാനിക്കുക. ദേവത എന്ന് പറഞ്ഞാൽ ദേവതാ രൂപത്തിലുള്ള മന്ത്രങ്ങൾ, ഐന്ദ്രം തുടങ്ങിയ മന്ത്രങ്ങളെ അവിടെ ധ്യാനിക്കാൻ പറയുന്നു, കർമ്മത്തിന്റെ ഭാഗമായിട്ട്. അതുപോലെ തഥാത്മ വിദ്യ ഉപാസിത മന്ദവ്യോ നിധ്യാസിത്യ ക്രിയ വിധീയത. അതുകൊണ്ട്
ആത്മ ഇതി ഉപാസീത എന്ന് പറയുന്നത് നിധ്യാസിതവ്യ മന്തവ്യ ഇതെല്ലാം എന്താണ് ക്രിയ ഏവ വിധിയന്തി ക്രിയയാണ് അവിടെ ബോധിപ്പിക്കുന്നത് ജ്ഞാനാത്മിക ഉപാസന രൂപത്തിലുള്ള ക്രിയ തഥാ ഓചമ വേദ ഉപാസന ശബ്ദരേഖാർത്ഥത്വം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേദ എന്ന് പറഞ്ഞാൽ ഉപാസന എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നാണ് അത് കേവലമായ തത്വജ്ഞാനമല്ല ഉപാസനയെക്കുറിച്ച് പറയണം ഉപാസിക്കണം വേദ ഉപാസന ശബ്ദരേഖാർത്ഥത്വം വേദ ഉപാസന ശബ്ദങ്ങൾക്ക് ഏകാർത്ഥമാണ് ഉപാസനയാണ് വേണ്ടത് മനസ്സുകൊണ്ട് ദേവതാരൂപത്തിലുള്ള മന്ത്രങ്ങളെ ഉപാസിക്കാൻ പറഞ്ഞതുപോലെ ഇവിടെയും പറയുന്നുണ്ടെങ്കിൽ അവിടെ ആ മന്ത്രങ്ങളെ ഉപാസിക്കാൻ വേണ്ടി പറയണം ഉപാസിത ഇതൊക്കെ പൂർവപക്ഷമാണ് അതുകൊണ്ടിവിടെ പറഞ്ഞു വരുന്നത് ഇവിടെ പുരുഷപ്രവൃത്തി ഇവിടെ ആവശ്യമാണ് ഇവിടെ സ്വസ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുരുഷപ്രവൃത്തി അവിടെ സംഭവിക്കത്തില്ല അതുകൊണ്ട് പ്രവൃത്തിക്ക് വേണ്ടി ഇവിടെ വിധിക്കുകയാണ് ഇത് യജേത എന്ന് പറയുന്ന കർമ്മവിധി പോലെയാണ് പിന്നെ ക്രിയ ബാഹ്യമായ ഒന്നും ചെയ്യാനല്ല ക്രിയ മാനസികമാണ് അതും വേദത്തിൽ പറയുന്നുണ്ട് ഹവിസ് കയ്യിലെടുത്തുകൊണ്ട് ദേവതയെ ധ്യാനിക്കാൻ പറയുന്നിടത്ത് ദേവതാരൂപത്തിലുള്ള മന്ത്രത്തെ മനസ്സുകൊണ്ട് ധ്യാനിക്കാൻ പറയുന്നുണ്ട് അതുകൂടെ ഉണ്ട് പൂർവമീമാംസകർ പറയുന്നത് കൈയും കാലും മുഖമൊന്നുമുള്ള ദേവത ഇല്ലെന്നാണ് ജൈമിനിയന്മാർ പറയുന്നു മന്ത്രാത്മകമാണ് ദേവതകൾ അതുകൊണ്ട് മന്ത്രരൂപത്തിൽ ദേവതയെ മന്ത്രം തന്നെ പുരാണങ്ങളിലും മറ്റുമാണ് ദേവതയ്ക്ക് കൈയും കാലും കണ്ണും മൂക്കൊക്കെ വന്നു ശ്രുതിയിൽ അതില്ല എന്നാണ് പൂർവമീമാംസകർ പറയുന്നത് അതുകൊണ്ട് ഹവിസ് കയ്യിലെടുത്തുകൊണ്ട് എന്താണ് ദേവതായി അവർ ഗ്രഹീതം ഏതൊരു ദേവതയെ ഉദ്ദേശിച്ചിട്ടാണ് ഹവിസ് കയ്യിലെടുത്തത് തം ആ ദേവതയെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക ദേവത മന്ത്രാത്മകമായ ദേവതാരൂപത്തെ ഐന്ദ്രം ആഗ്നേയം എന്നെല്ലാം പറയുന്ന മന്ത്രത്തെ അതിനെ ധ്യാനിക്കുക അവിടെ മാനസിക ക്രിയ ഉണ്ടല്ലോ അതിലൂടെ ആത്മാവിനെ ധ്യാനിച്ചുകൊള്ളു അതുകൊണ്ടിവിടെ ജ്ഞാനം ഉപാസന എന്നെല്ലാം പറഞ്ഞു വന്നു അതുകൊണ്ട് വേദാന്തം ശ്രമിച്ചതിന് ശേഷം ശ്രുതി അധ്യയനം ചെയ്തതിനു ശേഷം എവിടെയെങ്കിലും ഗുഹയിലോ എവിടെയെങ്കിലും പോയിരുന്ന് ആത്മാവിനെ ധ്യാനിക്കുന്നു വിജ്ഞായ പ്രജ്ഞാം കുർവീത സാക്ഷാത്കരിക്കണം മുക്തനാകണം ഇതൊക്കെയാണ് പൂർവപക്ഷം അതിനെ സമർത്ഥിക്കാൻ വേണ്ടി വീണ്ടും പറയുന്നു ആത്മോപാസനയിൽ വിധിയുണ്ട് ഭാവന അംശത്രയ ഉപപത്തേസ്റ്റ് വിജേത എന്ന് പറയും ഇതൊക്കെ മീമാംസയുടെ വിഷയങ്ങൾ മീമാംസയുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത് വളരെ ക്ലിഷ്ടവുമാണ് അതിൽ തന്നെ ഭാവനയുണ്ട് ശാബ്ദി ഭാവന ആർത്തി ഭാവന തുടങ്ങിയ ഭാവനയുണ്ട് അതിൽ അംശങ്ങളുണ്ട് കിം കേന കഥം എന്ത് ഇതുകൊണ്ട് സാധിക്കണം എന്തുകൊണ്ട് സാധിക്കണം എങ്ങനെ സാധിക്കണം എങ്ങനെ യഥാ യജേത അസ്യാം ഭാവനയാം കിം കേന കഥമിതി ഭാവ്യാദ്യാകാംക്ഷ അപനയ കാരണം അംശത്രയം അവഗമ്യതേ യജേത എന്ന് പറയുന്നിടത്ത് ഭാവനയുണ്ട് അതിനു വേണ്ടി കിം യാഗം കൊണ്ട് എന്ത് സാധിക്കണം കേന സ്വർഗത്തെ എന്തുകൊണ്ട് സാധിക്കണം യാഗം കൊണ്ട് കഥം അതെങ്ങനെ സാധിക്കണം യാഗത്തിന്റെ അംഗങ്ങളോടുകൂടി അതനുഷ്ഠിച്ച് ഇങ്ങനെ ഭാവ്യാദി ഭാവി എന്ന് വെച്ചാൽ സാധ്യം സാധനം എങ്ങനെയെന്നുള്ളതിന് പറയും ഇതി കർത്തവ്യത എങ്ങനെയാണെന്നാണ് അത് അനുഷ്ഠിക്കേണ്ടത് ഇങ്ങനെയുള്ള ആകാംക്ഷ അപനയന കാരണം ഈ ആകാംക്ഷ ഇല്ലാതാക്കുന്നതിനുള്ള അംശത്രയം
ഈ പറയുന്ന ഭാവന എങ്ങനെയാണോ യജേത എന്ന് പറയുന്നിടത്തുള്ളത്, തഥാ ഉപാസ്യതേത്യത്രാപി അവിടെയും ഉപാസ്യതയും ഭാവനായാം വിധീയമാനായാം. ഇവിടെ ഭാവനയാണ് വിധിക്കുന്നത്. കിമാപാസിത, എന്തിനുപാസിക്കണം ആത്മാവിനെ, കേനുപാസിത, കഥമുപാസിത ഇത്യസ്യ ആകാംക്ഷായാം, ഇങ്ങനെയുള്ള ആകാംക്ഷ വരുന്നു. അപ്പോൾ വരുന്നു ആത്മാനുപാസീത, കിമുപാസീത, ആത്മാനുപാസീത. എങ്ങനെ? കേന മനസ്സ, മനസ്സുകൊണ്ട്. എന്തുകൊണ്ട് ഉപാസിക്കണം? മനസ്സുകൊണ്ട്. എങ്ങനെ പറയുന്നു? ത്യാഗ ബ്രഹ്മചര്യ ശമ ദമ ഉപരമ തിദിക്ഷ ഇതികർത്തവ്യത സംയുക്ത. ഈ അനുഷ്ഠാനങ്ങളോടുകൂടി, ഈ ഇതികർത്തവ്യതയോടുകൂടി, ഈ വിശേഷ അനുഷ്ഠാനങ്ങളൊക്കെ എന്തൊക്കെയാണ്? ത്യാഗം, ബ്രഹ്മചര്യം, ശമം, ദമം, ഉപരമം, സന്യാസം, തിദിക്ഷ തുടങ്ങിയ ഇവയോടുകൂടി ആത്മാവിനെ ഏകാന്തത്തിൽ ധ്യാനിക്കുക. പൂർവപക്ഷമാണ് സിദ്ധാന്തമല്ല. ഇത്യാദി ശാസ്ത്രേണൈവ സമർത്ഥ്യത അംശത്രയം. അതുകൊണ്ടിവിടെ ശാസ്ത്രത്തിൽ തന്നെ ഈ അംശത്രയത്തെ സമർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് കർമ്മത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ മാനസികമായ ക്രിയയാണ് ധ്യാനം. അതനുഷ്ഠിക്കണം. അതിന് ത്യാഗം, ബ്രഹ്മചര്യം പോലുള്ള കാര്യങ്ങൾ വേണം. ആത്മബോധത്തിന് വേണ്ടി അത് കൂടിയേ തീരൂ എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഏകമേവാദ്വിതീയം തത്വമസി ഇതൊക്കെയോ അതിന് പറയുന്നു. അതിന് സമാനമുള്ള യഥാച കൃഷ്ണസ്യ ദർശപൂർണ്ണ മാസാദി പ്രകടനസ്യ ദർശപൂർണ്ണ മാസാദി വിദ്വേഷത്വനുപയോഗ ഏവം ഉപനിഷദാത്മോപാസന പ്രകടനസ്യ ആത്മോപാസന വിദ്വേഷത്വേന ഉപയോഗം. പറയുന്നു. ഇപ്പോൾ ഒരു വലിയൊരു യാഗമുണ്ട്, ദർശപൂർണ്ണമാസയാഗം. വേദത്തിലാണല്ലോ അതിനെക്കുറിച്ച് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന ആ സന്ദർഭത്തിൽ പ്രകടനത്തിൽ പറയുന്ന മറ്റു കാര്യങ്ങളെല്ലാം ആ യാഗത്തിന് വേണ്ടി ചുരുക്കി പറഞ്ഞു. അതുപോലെ ഇവിടെ ആത്മവിദ്യ ഉപാസീത എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് മറ്റെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആത്മാവിനെ കുറിച്ച് വിശദീകരിക്കുന്ന എങ്ങനെ നേതി നേതി അസ്ഥൂലമനണു ഏകമേവ അദ്വിതീയം തത്വമസി, ഇതെല്ലാം എന്താണ്? ആ ഉപാസനയ്ക്ക് വേണ്ടി പറയുക. ഉപാസനയ്ക്ക് വേണ്ടിയുള്ള ആത്മബോധത്തിന് വേണ്ടി പറയുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അയാൾ എന്ത് ചെയ്യണം? ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കം എന്താണ്? ഈ ഉപനിഷത്തിൽ നിന്ന് നേതി നേതി അസ്ഥൂലമെന്നു ഏകമായ അദ്വിതീയം വശനായ അദ്വിതീയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആത്മാവിനെ ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് ധ്യാനിക്കണം. എന്നിട്ട് അതിനെ സാക്ഷാത്കരിക്കണം. വിജ്ഞായ പ്രജ്ഞാം കുർവീത. ഇതാണ് പൂർവപക്ഷം. തീമാദിവാക്യാനാം ഉപാസ്യ ആത്മസ്വരൂപ വിശേഷ സമർപ്പണേന ഉപയോഗം. അതെല്ലാം ഇവിടെ ഉപാസ്യമായിരിക്കുന്ന ആത്മാവാണ്. ആത്മാവിന്റെ ആ ഉപാസനയ്ക്ക് വേണ്ടിയുള്ള ഓരോ വിശേഷതകളെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബാക്കി വാക്യങ്ങളെല്ലാം. അതിനെ അസ്ഥൂലം അനണുവായി ഉപാസിക്കുക, അതിനെ പരമാത്മാവായി ഉപാസിക്കുക, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുക. എങ്ങനെ ധ്യാനിക്കുക? ഫലഞ്ച മോക്ഷവും. അതുകൊണ്ടെന്താ പ്രയോജനം? മോക്ഷമാണ്. അല്ലെങ്കിൽ അവിദ്യാനിവൃത്തി. അവിദ്യാനിവൃത്തിയാണ് ഉപാസനയുടെ ഫലം, മോക്ഷമാണ് ഫലം എന്ന് പൂർവപക്ഷി പറയുന്നു. ധ്യാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്ന പക്ഷക്കാർ പറയുന്നു. ഇത് പൂർവപക്ഷം. അത് ഏതെല്ലാം തരത്തിൽ പറയാമോ ആ രീതിയെല്ലാം പറയുകയാണ്. അപരേ വർണ്ണയന്തി ഉപാസനേന ആത്മവിഷയം വിശിഷ്ടം വിജ്ഞാനാന്തരം ഭാവയേ. ഇനി മറ്റു ചിലർ പറയുന്നത് എന്താണ്? ശരിയാണ്, നിങ്ങൾ വേദം പഠിച്ചു കഴിയുമ്പോൾ ഒരു ജ്ഞാനം ഉണ്ടാവും. സാമാന്യമായിട്ട് ആത്മാവ് അതിൻ്റെ സ്വരൂപമാണ്, അത് പരമാത്മാവാണ്, അത് നിർഗുണമാണ്. ഈ ജ്ഞാനമൊക്കെ ഉണ്ടാവും. ഉണ്ടായതിനു ശേഷം ഉപാസനേന പിന്നീട് ഉപാസിക്കണം, ധ്യാനിക്കണം ആത്മാവിനെ. ഇതെല്ലാം വെച്ചുകൊണ്ട് ആത്മവിഷയം വിശിഷ്ടം ജ്ഞാനം, ഒരു പുതിയ ജ്ഞാനം ഉണ്ടാകും. പുതിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നിങ്ങൾ തത്വമസി എന്നും മറ്റും പറഞ്ഞപ്പോൾ ഒരു ജ്ഞാനം ഉണ്ടായല്ലോ. ഇതല്ലാതെ പ്രത്യേകിച്ചൊരു ജ്ഞാനം. ആദ്യം ഉണ്ടാകുന്ന ജ്ഞാനത്തിന് ശബ്ദത്തിൽ നിന്നുണ്ടായ ജ്ഞാനം ശബ്ദജ്ഞാനം എന്ന് പറയും. ഇതല്ല, ധ്യാനം കൊണ്ടുണ്ടാകുന്ന വേറൊരു ജ്ഞാനം. അങ്ങനെയൊക്കെ ധരിച്ചിട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്.
ഇവിടെ ധ്യാനം അസംബന്ധമൊന്നല്ല. ധ്യാനം നമ്മൾ എന്ത് ധരിച്ചിട്ടാണ് ധ്യാനിക്കുന്നത്? ധ്യാനത്തെ സംബന്ധിച്ച് എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് ഉള്ളത്, അത് നിരാകരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ധാരണ. ആദ്യം ഉപനിഷത്തിൽ നിന്ന് ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ആത്മവിഷയം വിശിഷ്ടജ്ഞാനം, ആ ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട വിശിഷ്ടമായ ജ്ഞാനം വിജ്ഞാനാന്തരം എന്നാണ് വേറൊരു. എന്നിട്ട് നമ്മൾ ആ ജ്ഞാനത്തിനാണ് പറയുന്നത് അത് അപരോക്ഷജ്ഞാനം. ശബ്ദത്തിൽ നിന്നുണ്ടായത് പരോക്ഷമായ ജ്ഞാനം. ധ്യാനിച്ചിട്ട് ഞാൻ അപരോക്ഷമായി ധ്യാനിച്ചപ്പോൾ എനിക്ക് അപരോക്ഷമായ ആത്മാവിന്റെ ജ്ഞാനം ഉണ്ടായി, അല്ലെങ്കിൽ എനിക്കുണ്ടായില്ലെങ്കിലും എൻ്റെ ഗുരുവിനുണ്ടായി. ഭവേ തേൻ ആത്മാജ്ഞായത, അങ്ങനെ അവിടെയാണ് ആത്മാവ് പ്രത്യക്ഷമാകുന്നത്. അവിദ്യാനിവർത്തകഞ്ച തദേവ, അങ്ങനെ രണ്ടാമത് വരുന്ന ജ്ഞാനം. ആദ്യം ശ്രുതിയിൽ നിന്ന് അതിൻ്റെ ഈ പുസ്തകമൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? ഈ സത്സംഗമൊക്കെ കേട്ടിട്ട് എന്താ കാര്യം? പിന്നെ എന്താണ്? അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇത് എന്തൊക്കെ അബദ്ധങ്ങളാണ് പറയുന്നത്. ഇത് കേൾക്കുന്നത് അതിൻ്റെ തിയറിയാണ്, ഇതിൻ്റെ പ്രാക്ടിക്കലാണ് ഇനി ധ്യാനിക്കുന്നത്. ഇത് കുത്തിയിരുന്ന് ഉറങ്ങുന്നവനാ ഇത് പറയുന്നു. ധ്യാനിച്ചിട്ട് പറയുന്നത് പിന്നെ ശരി. അതൊക്കെ ഇവിടെ പൂർവപക്ഷമാണ്. ഇതൊക്കെ അദ്വൈതത്തിലെ പൂർവപക്ഷങ്ങളാണ് അദ്വൈതം എന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നത്. എന്തുകൊണ്ട് ഇത്തരം അദ്വൈതം പറഞ്ഞുകൊണ്ട് നടക്കും, പ്രസംഗിച്ചുകൊണ്ട് നടക്കും. പക്ഷെ അദ്വൈത ആചാര്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് കേൾക്കത്തില്ല. ഇതെവിടെ പറഞ്ഞിരിക്കുന്നു, ആര് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഇതാണ് അദ്വൈതം. നമ്മളെ കേൾക്കുന്നതൊന്നും അദ്വൈതമല്ല. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ, ഇത് കേട്ടിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് അപരേ വർണ്ണയന്തി, മറ്റു ചില ആശാന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: ഉപാസനേന ആത്മവിഷയം വിശിഷ്ടം വിജ്ഞാനാന്തരം ഭാവേ. ആദ്യം ഈ ജ്ഞാനം ഉണ്ടായതിനു ശേഷം രണ്ടാമതൊരു അപരോക്ഷമായ ജ്ഞാനത്തെ ഉണ്ടാക്കണം. തേന ആത്മാജ്ഞായതേ, അപ്പോൾ ആത്മാവ് അറിയപ്പെടും. അവിദ്യാനിവർത്തകം ച തദേവ, രണ്ടാമത്തെ ജ്ഞാനം നമ്മൾ പറയുന്ന അപരോക്ഷ ജ്ഞാനം. പക്ഷെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരിക്കും, ജ്ഞാനം അപരോക്ഷം മാത്രമേ ഉള്ളൂ, പരോക്ഷമില്ല എന്നുള്ള കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യം ഒരു പരോക്ഷമായ ജ്ഞാനം. പിന്നെ ശാസ്ത്രത്തിൽ ചിലപ്പോൾ ഇത്തരം സങ്കേതങ്ങൾ ഉപയോഗിച്ച് പരോക്ഷം ജ്ഞാനം അപരോക്ഷം ജ്ഞാനം എന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊക്കെ മറ്റ് സന്ദർഭങ്ങളിൽ പറയുന്നു. ഇവിടെ ആത്മബോധം കൊണ്ടുള്ള അവിദ്യാനാശം, മോക്ഷം, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ശബ്ദാർത്ഥങ്ങൾക്കെല്ലാം മാറ്റം വരും. പരോക്ഷമൊന്നും അപരോക്ഷമൊന്നും രണ്ട് ജ്ഞാനം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. അത് വേറെ സന്ദർഭങ്ങളിൽ വരുന്നു. ഇവിടെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അങ്ങനെ രണ്ടില്ല. ഇന്ന ആത്മവിഷയം വേദവാക്യജനിതം വിജ്ഞാനം. അതുകൊണ്ട് എന്താണ് അവർ പറയുന്നത്? വേദവാക്യത്തിൽ നിന്ന് ഒരു വിജ്ഞാനം ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പോരാ. ശരിയായ വിജ്ഞാനം ധ്യാനം കൊണ്ടേ ഉണ്ടാവും. അതുകൊണ്ട് അവർ പറയും എന്താണ്? സമാധിയിലാണ് ഉണ്ടാകുന്നത്. ഈ സമാധി തന്നെ ഉണ്ട് ഈ അദ്വൈതവാദം. എന്താണ് നമ്മൾ ഇതിന്റെ അവസാനം ചർച്ച ചെയ്യും. ഇവിടെ പറയുന്നില്ല, നമ്മളത് പ്രത്യേകമായി ചർച്ച ചെയ്യും. ആത്മവിഷയം വേദവാക്യജനിതം വിജ്ഞാനം എന്നാണ്. ഈ കാര്യത്തിന് അവർ പറയുന്നുണ്ട്. ഏതസ്മിന്നർത്ഥേ വചനാന്യപി. അവർ ഒരുപാട് ശ്രുതിവാക്യങ്ങൾ എടുത്ത് കാണിക്കും. എന്താണ്? വിജ്ഞായ പ്രജ്ഞാംകുർവീത. ആദ്യം ഗുരുവിൽ നിന്നോ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിന്നോ ഇതിനെ ഗ്രഹിക്കണം. ഗ്രഹിച്ചിട്ട് പ്രജ്ഞാംകുർവീത. രണ്ടാമത് ധ്യാനിച്ചിട്ട് അപരോക്ഷമായ ജ്ഞാനത്തെ ഉണ്ടാക്കണം. അതല്ലേ ആത്മാവരെ ദ്രഷ്ടവ്യ എന്ന് പറഞ്ഞിട്ട് ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസ്യോ, മൂന്ന് കാര്യം പറഞ്ഞു. ശ്രവണത്തിൽ നിന്ന് തന്നെ ബോധം ഉണ്ടാവുമെങ്കിൽ പിന്നീട് മനനം നിധ്യാസനം എന്തിനു പറഞ്ഞു? നിധ്യാസിതവ്യ എന്ന് വെച്ചാൽ ധ്യാനിക്കുക എന്നാണ്. അതുകൊണ്ട് ആത്മബോധത്തിന് വേണ്ടി ധ്യാനിക്കണം. ധ്യാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് ശരിയായ ആത്മബോധം എന്നും അവർ പറയുന്നു.
സ്വന്വേഷ്ടവ്യ സ വിജിജ്ഞാസിതവ്യ അത് പറയുന്നു. സ്വന്വേഷ്ടവ്യ എന്ന് പറഞ്ഞാൽ ആദ്യം ഗുരുവിന്റെ അടുത്ത് പോയി ഈ വാക്യത്തെ ശ്രവിക്കുക, അതാണ് അന്വേഷണം. അതുപോലെ നിങ്ങൾക്ക് ശരിയായ ബോധം ഉണ്ടാകണമെങ്കിൽ വിജിജ്ഞാസിതവ്യ, എങ്ങനെ ധ്യാനത്തിലൂടെ അപരോക്ഷമായ ജ്ഞാനത്തെ ഉണ്ടാക്കണം. ഇത്യാദീനി അപരേ വർണ്ണയന്തി എന്ന് ചിലർ പറയുന്നുണ്ട്. ഇവരൊക്കെ ഇതൊക്കെ അദ്വൈതത്തിലുള്ള ഓരോ വിഭാഗക്കാരാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും അദ്വൈതത്തിന്റെ ധ്യാതൃധ്യാനേ പരിത്യജ്യ കർമാധേയഗോചരം വിവാദദീപവത് ചിത്തം സമാധിരവിധീയത്തെ വൃത്തേസ്തു തദാനീം അജ്ഞാതാപ്യാത്മഗോചരാഃ സ്മരണാത് അനുമീയന്തേ വിദ്ധിതസ്യ സമുത്ഥിതാ ധർമ്മമേകം ഇമം പ്രാഹു സമാധിം യോഗവിത്തമാഹ. പഞ്ചദശീകാരം പറയുന്ന വിദ്യാർത്ഥി സമയം ഇങ്ങനെ പോകുന്നു. സമാധിയെക്കുറിച്ചുള്ള വർണ്ണന ഇങ്ങനെയൊക്കെ അദ്വൈതത്തിൽ തന്നെ ചില പ്രക്രിയകളുണ്ട്. അത് തൽക്കാലം അവിടെ ഇരിക്കും. ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരൻ പറയുന്നത് എന്തെന്ന് നോക്കാം. വഷത്യേഷ അമൃതധാര എന്നൊക്കെ പറയുന്നു. ഭാഷ്യകാരൻ പറയുന്നത് ഇത് ചിലരുടെ അഭിപ്രായം എന്താണോ, ആദ്യം ഇത് ശ്രവിക്കുക, പിന്നെ ധ്യാനിക്കുക. അത് മാത്രമല്ല, ചില ഇത്ര കൂടി പറയും, അതുകൊണ്ട് ഈ ശ്രവിക്കുന്നതിനൊന്നും കാര്യമില്ല, ധ്യാനിക്കുന്നതിനാണ് കാര്യം. കാരണം ശ്രവിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ലല്ലോ, വീണ്ടും ധ്യാനിക്കേണ്ടി വന്നില്ലേ. അദ്വൈതത്തിന്റെ മുഖ്യമായ പരമപ്രധാനമായ ആശയത്തെ ഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഈ അഭിപ്രായങ്ങളെല്ലാം പറയുന്നത്. ഇതിന് ഭാഷ്യകാരനും അത് വിശദീകരിക്കുന്നുണ്ട്. അദ്വൈതത്തിന്റെ സൂക്ഷ്മമായ തത്വം അത് പിടികിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്നതിൻ്റെയൊക്കെ പിന്നാലെ പോകാം. ആദ്യം കേൾക്കുക, ബോധിച്ചില്ലെങ്കിൽ പിന്നെ ധ്യാനിക്കാതെ ഭാഷ്യകാരനും അംഗീകരിക്കുന്നുണ്ട്. പറഞ്ഞല്ലോ, കർത്താദി ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് തത്വജ്ഞാനത്തെ നേരിട്ട് സഹായിക്കാനല്ല, തത്വജ്ഞാനത്തിന്റെ ഉത്പത്തിക്ക് വേണ്ടി സഹായിക്കാം. ചിത്തശുദ്ധി, മനസ്സിന്റെ ഏകാഗ്രത തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി, അതിനുവേണ്ടി ഈ ഉപാസനകളെല്ലാം നല്ലതാണ്. ആത്മോപാസനയോ ദേവത ഉപാസനയോ എന്തുപാസന, അത് അവസാനത്തിൽ അത് തുടക്കമാണ്. അവസാനം എന്താണ്? ശ്രവണം. അതാണ് അവസാനം. അതവസാനമെങ്കിൽ പിന്നീട് മനന നിധ്യാസനം എന്ന് പറഞ്ഞു, അത് ഭാഷ്യകാരൻ തന്നെ വിശദീകരിക്കും. അതുകൊണ്ടിവിടെ അദ്വൈതത്തിന്റെ മുഖ്യ സിദ്ധാന്തം പറയാം. ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം പൂർവപക്ഷങ്ങളാണ്. ആത്മബോധം ശ്രവണത്തിൽ നിന്നുണ്ടാകുന്നു. ഇപ്പൊ പല ആചാര്യന്മാരുടെ ഇതിങ്ങനെ ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പക്ഷങ്ങളുണ്ട്. കേവല ശ്രവണമാണോ, മനന സഹകൃതമായ ശ്രവണമാണോ, ഇനി ശ്രവണ മനന സഹകൃതമായ നിധ്യാസനമാണോ, വിശിഷ്ടമായ ഒന്നാണ് ബോധമുണ്ടാക്കുന്നത്, ഏകമായ ഒന്നാണ് ബോധമുണ്ടാക്കുന്നത്. സിദ്ധാന്തലേശ സംഗ്രഹം പോലെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു പലതരത്തിലുള്ള പക്ഷങ്ങൾ, പല ആചാര്യന്മാരുടെ പക്ഷങ്ങൾ, ഇതൊക്കെ വരും. ഇത്തരം കാര്യങ്ങളെല്ലാം അദ്വൈതത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് തന്നെ. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇവിടെ പറയുന്ന അപരേ വർണ്ണയന്തി എന്ന് പറയും. പക്ഷെ മുഖ്യമേത് എന്നുള്ളതാണ് ചോദ്യം. മറ്റു പ്രക്രിയകളില്ലെന്നുള്ളതല്ല, അധികാരി ഭേദമനുസരിച്ച് പലതരത്തിലുള്ള പ്രക്രിയകളുണ്ട്. ഒരാൾക്ക് ധ്യാനിച്ചേ മതിയാകുന്ന വെച്ചാൽ ധ്യാനിക്കാം. പക്ഷെ അദ്വൈതത്തിൽ ഈ ആത്മബോധത്തിന് അത് കൂടിയേ തീരൂ എന്നല്ല ഇവിടെ പറയുന്നു. ശ്രവണമാണ്. അതും
പറഞ്ഞല്ലോ പദപദാർത്ഥ സംഗതി ഒക്കെ അവിടെ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ആത്മതത്വത്തെ ഉപദേശിക്കുമ്പോൾ അത് ശ്രവിക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അത്രയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ അത് ഗ്രഹിച്ചു തന്നെ തീരും. അയാൾ ഗ്രഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതപ്പോൾ നമുക്ക് നോക്കാം. ഇനി ആ ഒരു ഗ്രഹണം അത് വേറെ ഒന്നിനെയും അപേക്ഷിക്കുന്നില്ല. എന്തിനെങ്കിലും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ശബ്ദത്തെ മാത്രം. അത് ശബ്ദത്തിന്റെ സ്വഭാവമാണ്. പ്രമാണങ്ങളുടെ എല്ലാ സ്വഭാവം അതേ ശബ്ദത്തിനുള്ളൂ. വിശേഷിച്ച സ്വഭാവമൊന്നുമില്ല. അത് പ്രമേയം ഉണ്ടാക്കുന്നു. ഇത് അദ്വൈതത്തിന്റെ മുഖ്യ സിദ്ധാന്തമായി നമ്മൾ ധരിച്ചിരിക്കുന്നു. അടുത്ത് വരുന്ന ഭാഗങ്ങൾ ഇതിനെ നിഷേധിക്കുന്ന ഭാഗങ്ങളാണ്. ഈ പൂർവപക്ഷത്തേക്ക് പൂർവപക്ഷം വാർത്തകത്തിൽ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിച്ചില്ല. പക്ഷെ എൻ്റെ പൂർവപക്ഷത്തിന്റെ താല്പര്യം ഇതാണ്. അടുത്ത സിദ്ധാന്തത്തെയാണ് വിശദീകരിക്കുന്നത്.